ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, സ്വഹാബത്തെ സ്വഹാബത്തെ, ഒരു കാലഘട്ടം ജനങ്ങളുടെ മേൽ കടന്നു വരും സ്വഹാബ, ആ കാലഘട്ടം കാണാതെ ലാ തഖൂമു സ്സാഅ, ലോകാവസാനം ഉണ്ടാവുകയില്ല, ലോകം അവസാനിക്കുകയില്ല. ആ കാലഘട്ടം എന്റെ ജനങ്ങളുടെ മേൽ കടന്നു വരും, എന്റെ സമുദായത്തിൽ കടന്നു വരും സ്വഹാബ. തകൂനു ഫീഹിം ഫിത്ന, ആ കാലഘട്ടത്തിൽ അവർക്കിടയിൽ ഒരു ഫിത്നയുണ്ടാകുമേ, ഒരു നാശമുണ്ടാകുമേ. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഫിത്നത്തുൽ വറാ ബഅദ ഫിത്നത്തിൽ സറാ, ലോകം മുഴുവനും അലയടിക്കുമാറുള്ള ഫിത്നയാണ്. വിശ്വാസികൾക്ക് മാത്രമല്ല, അത് അവിശ്വാസികൾക്കും നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും എല്ലാവർക്കും ഒന്നടങ്കം കടന്നു വരുമേ ആ ഫിത്നയെന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാവർക്കും കടന്നു വരുന്ന ഒരു ഫിത്ന, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ലോകത്തുള്ള സർവരെയും അത് വ്യാപിക്കും. ഹബീബ് റസൂലുള്ളാഹി തകൂനു ഫീഹിം ഫിത്ന ഫിത്നത്തുൽ വറാ ബഅദ ഫിത്നത്തിൽ സറാ, ജനങ്ങളെ മുഴുവനും കാർന്നു നിന്നതായ ദാരിദ്ര്യത്തിന്റെ പ്രഥമ കാഷ്ട ജനങ്ങളിൽ കടന്നു വരുമത്രേ. ലോകത്തുള്ള സർവ്വവ്യാപകമായി സാമ്പത്തികത്തിൽ പ്രയാസം അനുഭവിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാവരുടെയും കയ്യിൽ സാമ്പത്തികം വളരെ ഞെരുക്കമാകുന്ന കാലഘട്ടം കടന്നു വരും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ത്യയിൽ നമ്മളത് കണ്ടു, നോട്ടിന്റെ പ്രതിസന്ധി വന്നപ്പോൾ വലിയ പ്രയാസപ്പെട്ടു. വിശ്വാസികൾക്ക് മാത്രമല്ല അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായത്, അവിശ്വാസികൾക്ക് ഉൾപ്പെടെ ഇന്ത്യയിൽ നമ്മൾ കണ്ടതാണ്. 500-ന്റെയും 1000-ന്റെയും നോട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് നിർത്തലാക്കിയപ്പോ ഇന്ത്യയിൽ ഉടനീളം എല്ലാവരും ഒന്നടങ്കം പ്രയാസപ്പെട്ടു, അവിശ്വാസികൾ അടക്കം പ്രയാസപ്പെട്ടു എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് എത്ര കൃത്യമാണ്. തകൂനു ഫീഹിം ഫിത്ന ഫിത്നത്തുൽ വറാ ബഅദ ഫിത്നത്തിൽ സറാ. ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നതിന് മുമ്പ് ലോകത്ത് മുഴുവൻ ആളുകൾക്കും ഇടയിലേക്ക് ഒരു ഫിത്ന കടന്നു വരുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ ഫിത്നയുടെ പേര് അല്ലാഹുവിന്റെ റസൂൽ വെളിപ്പെടുത്തുകയാണ്, ഫിത്നത്തുൽ വറാ ഫിത്നത്തുൽ വറാ ബഅദ ഫിത്നത്തിൻ സറാ. സർവരെയും സാമ്പത്തികപരമായി, ശാരീരികപരമായി, മാനസികപരമായി തളർത്തുന്നതായ ഫിത്നയാണ്, നാശനഷ്ടങ്ങളാണ് അവർക്കിടയിൽ കടന്നു വരിക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു ഫിത്നയുടെ കാലഘട്ടം അല്ലാഹു നൽകുമേ. ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകുമേ, വസ്ത്രത്തിൽ വിശാലതയുണ്ടാകുമേ. അവൻ ധരിക്കുന്നതാകുന്ന വസ്ത്രത്തിൽ, അവൻ കുടിക്കുന്ന കുടിനീരിൽ, അവൻ അനുഭവിക്കുന്ന സർവസമ്പത്തിൽ മുഴുവനും ആസ്വാദ്യത വിശാലമായതിനു ശേഷമായിരിക്കും ഈ സാമ്പത്തികപരമായി, ശാരീരികപരമായി അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ അവനിലേക്ക് ഇറക്കപ്പെടുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷം മുമ്പ് പ്രവാചകൻ പറഞ്ഞത് ഇന്ന് നമ്മുടെ കാലത്ത് വ്യക്തമായ രീതിയിൽ നമുക്ക് കൺമുന്നിൽ കാണുന്നില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു 20-25 കൊല്ലമായിട്ട് നമ്മുടെ കൈകളിൽ റാഹത്തായ നിലയിൽ പണം റാഹത്തായ നിലയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വീടില്ലാത്ത പല ആളുകളും നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, അവനൊരിക്കലും വീട് സമ്പാദിക്കൂല, അവനൊരിക്കലും വാഹനം ഉണ്ടാകൂല, അവനൊരിക്കലും നല്ലൊരു ജീവിതം ഉണ്ടാവൂല എന്ന് പറഞ്ഞതാകുന്ന ആളുകൾ പോലും, വിദ്യാഭ്യാസം ഒരുപക്ഷെ കുറവുള്ളതാകുന്ന സഹോദരനാണെങ്കിൽ പോലും വെച്ചടി അവന് കയറ്റമായിരുന്നു ഈ കഴിഞ്ഞതാകുന്ന മാസം അല്ലെങ്കിൽ കഴിഞ്ഞതാകുന്ന വർഷങ്ങളിൽ. 10-20 കൊല്ലം ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ മതി, ശരിയല്ലേ? 90 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്ക്, സുഭിക്ഷതയായിരുന്നു കയ്യിൽ, സാമ്പത്തികപരമായി നല്ല റാഹത്തായ നിലയിൽ സമ്പത്ത് കയ്യിലുണ്ടായിരുന്നൊരവസ്ഥ. ഉസ്താദുമാരും നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ.
ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഭിക്ഷതയുടെ കാലഘട്ടത്തിന് ശേഷമായിരിക്കും ഈ ഫിത്ന കടന്നു വരിക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഭിക്ഷതയുടെ കാലഘട്ടത്തിന് ശേഷം ചിന്തിച്ചു നോക്ക്. നമ്മുടെ ഓരോ അവസ്ഥയും എടുത്ത് ചിന്തിച്ചു നോക്കൂ. വസ്ത്രം ഓരോരുത്തർക്കും എത്ര ജോഡി വസ്ത്രങ്ങളാണ്? എണ്ണമില്ല, ആർക്കും എണ്ണമില്ല. അവനവൻ ഇട്ടിരിക്കുന്ന ഷർട്ട്, അവനവനുള്ളതാകുന്ന ബനിയൻ, അവനവനുള്ള പാൻസ്, അവനവനുള്ളതാകുന്ന തുണി, അവനവനുള്ളതാകുന്ന വസ്ത്രങ്ങൾ, സ്ത്രീകൾക്കുള്ള പർദ, മിഡിയും ടോപ്പും ചുരിദാറുകളും ഒക്കെ എണ്ണി നോക്ക്. എത്രത്തോളം ഉണ്ട്? 30, 40, 50 കണക്കിന് വീട്ടിലിങ്ങനെ വാങ്ങിക്കൂട്ടിയിരിക്കാൻ എണ്ണയില്ല. ഓരോ പ്രോഗ്രാമിന് പോകുമ്പോ ഭർത്താവിനോട് പറയാൻ, ഈ പ്രോഗ്രാമിന് പോകുമ്പോ ഈ പർദ എനിക്ക് പറ്റൂല, ഈ ചുരിദാർ പറ്റൂല. എന്താ കാര്യം? ഇതിന്റെ കൂട്ടുകാരികളൊക്കെ കണ്ടതാണ്. അവരുടെ മുന്നിൽ എനിക്ക് നാണമാണ്, ജാള്യതയാണ്. ഇനി ഇത് പഴയതായി പോയി, ഓൾഡ് ഫാഷനായി പോയി, എനിക്ക് പുതിയത് വേണം എന്ന് പറഞ്ഞ് 500 രൂപ ഡെയിലി വരുമാനമുള്ള പാവപ്പെട്ട ഭർത്താവിനെ കൊണ്ട് നിർബന്ധിച്ച് പുതുവസ്ത്രങ്ങൾ അണിയുന്ന സഹോദരിമാരുള്ള കാലഘട്ടം. ഇതേപോലെ തന്നെ ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയിട്ട് 5ഉം 6ഉം ടീഷർട്ടുകൾ അല്ലെങ്കിൽ 6ഉം 7 ഷർട്ടുകൾ, പാൻസുകൾ ഉൾപ്പെടെ എടുത്തിട്ടിറങ്ങുന്ന ചെറുപ്പക്കാരുള്ള കാലഘട്ടം. പൈസ ഇഷ്ടം പോലെയായി, സുഭിക്ഷതയായി. ഒരു ചെരുപ്പെടുക്കാൻ പോയതാണ്, ഒരു ഹവായി ചെരുപ്പെടുക്കാൻ പോയ ബാത്റൂമിലിടാൻ. പക്ഷെ ചെന്നപ്പോൾ റാഹത്തായി നല്ല ഷൂ കണ്ടു. 3000 രൂപ, 4000 രൂപ, 10000 രൂപ, 10000 രൂപ, ഒരു പ്രശ്നമില്ല. റാഹത്തായി നിലയത് എടുക്കാൻ അല്ലേ? ചിന്തിച്ചു നോക്ക്. പൈസ കൊണ്ട് വല്ലാതെ വന്ന് കുമിഞ്ഞു കൂടുകയാണ്. ആർക്കും ഒരു പ്രശ്നമില്ല, സുഭിക്ഷത. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തിയതാണ്. സയഅതി അലന്നാസി സമാൻ, സയഅതി അലന്നാസി സമാൻ തകൂനു ഫീഹിം ഫിത്ന. സഹാബത്തെ ഒരു കാലഘട്ടം ജനങ്ങൾക്ക് കടന്നു വരും. സഹാബ തകൂനു ഫീഹിം ഫിത്ന, അവർക്കിടയിൽ ഒരു ഫിത്ന വല്ലാതെ കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഫിത്നയുടെ പേരും വെളിപ്പെടുത്തുകയാണ്. ഫിത്നത്തുൽ റാ ബഅദ ഫിത്നത്തിൻ സറാ. സുഭിക്ഷതയുടെ കാലഘട്ടത്തിന് ശേഷമായിരിക്കും ആ ബുദ്ധിമുട്ടിന് ഫിത്ന കടന്നു വരിക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്ക്. ഇന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ തന്നെ വീടിന്റെ വാതുക്കല്, പണ്ട് വീട്ടിനകത്തായിരുന്നു അലമാരകൾ ഡ്രസ്സ് വെക്കാൻ വേണ്ടിയായിരുന്നു. വീടിന്റെ വാതുക്കല് ഷെൽഫ് അടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നതിന് ചെരുപ്പ് വെക്കാൻ, ചപ്പൽ ചെരുപ്പ് വെക്കാൻ വേണ്ടി പ്രത്യേക ഷെൽഫ് അടിച്ച് വെച്ചിരിക്കുക. കാരണം എന്താ? ചെരുപ്പ് അത്രത്തോളമായി. എന്നാൽ ഏറ്റവും വലിയ രസം അതൊന്നുമല്ല. ഈ വെച്ചിരിക്കുന്ന ഷെൽഫുകളിൽ വെച്ചിരിക്കുന്ന ചെരുപ്പ് ഒന്നുപോലും അവിടുന്ന് ഒരാൾ എടുക്കുന്നത് കണ്ടിട്ടില്ല, ഒരാൾ അവിടേക്ക് വെക്കുന്നതും കണ്ടിട്ടില്ല. അത് കൊണ്ടുവച്ചതിന് പിറ്റേ ദിവസം നിറച്ചു വെച്ചതാണ്. ആയിരിക്കുന്ന ചെരുപ്പുകളൊക്കെ 2000-ന്റെയും 3000-ന്റെയും 4000-ന്റെയും ഒക്കെ വില വരുന്ന കൂടിയ ചെരുപ്പുകളുമാണ്. ആരാ ഇത്? വിശ്വാസി. ഏത് വിശ്വാസി? മഹ്ശറയെ പേടിയുള്ള വിശ്വാസി. ഖബറുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ, മരണത്തെ കുറിച്ച് പേടിയുള്ളവൻ, വിചാരണയുടെ ഘട്ടങ്ങളെ പറ്റി പേടിയുള്ളവൻ. അവന്റെ കൈകളിലാണ് ഇത്രത്തോളം പണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണ്ടേ നമ്മൾ? ഒരു വലിയ ദാരിദ്ര്യത്തിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. നബിയുനാ റസൂലുള്ളാഹി, വലിയ ദാരിദ്ര്യം ചെറുതല്ല. ഫിത്നത്തുൽ റാ, സർവരെയും വ്യാപിക്കും അത്. ഹബീബ് റസൂലുള്ളാഹി അത് കടന്നു വരിക. ബഅദ ഫിത്നത്തിൻ സറാ, സുഭിക്ഷതയുടെ ഫിത്നയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ബുദ്ധിമുട്ടിന്റെ ഫിത്നയിലേക്ക് നിങ്ങൾ പോകും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമയത്ത് നമ്മൾ എന്ത് വേണം? ഈ സമയത്താണ് നമ്മൾ അൽ ഇഖ്തിസാദു ഫിൽ മഈശത്തി വൽ ഇൻഫാഖ്, ചെലവഴിക്കുന്നതിലും ജീവിത നിലവാരം വെച്ച് പുലർത്തുമ്പോഴും ഒക്കെ നമ്മൾ മിതത്വം പാലിക്കൽ അനിവാര്യമാകുന്നത് ഈ ഘട്ടത്തിലാണ്. ഈ സമയത്ത് നമ്മളുടെ സമ്പത്ത്, നമ്മൾ ഒരുമിച്ച് കൂട്ടുന്ന സമ്പത്ത് ഹലാലാകണമെന്ന് മാത്രമല്ല, ആ ഹലാല് നമ്മൾ ദുർവ്യയം ചെയ്ത് ദൂർത്തടിച്ച് കളയാൻ പാടില്ല, ദൂർത്തടിച്ച് കളയാൻ പാടില്ല. ഈ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. എത്ര സമ്പത്താണ് നമ്മൾ ദൂർത്തടിച്ച് ചെലവഴിച്ചിരിക്കുന്നത്? സ്വന്തം കുടുംബാദികൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, സഹജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്, അഗതികൾക്ക്, അനാഥകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തിട്ട്
നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ദുർവ്യയം ചെയ്യരുത് എന്നുവരെ വിശുദ്ധ ഖുർആൻ ഉടനെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. സമ്പത്ത് ചെലവഴിക്കണം, നമ്മുടെ കുടുംബക്കാർക്ക് കൊടുക്കണം, നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കണം, മാതാപിതാക്കൾക്ക് കൊടുക്കണം, ബന്ധുമിത്രാദികൾക്ക് കൊടുക്കണം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിന് ദുർവ്യയം നടത്തരുത് വിശുദ്ധ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വആതി ദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബ്നസ് സബീൽ വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാതീൻ വകാന അശ്ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുന്നവരെ, മഹ്ശറയെ കൊണ്ട് വിശ്വസിക്കുന്നവരെ, ഖബറുണ്ടെന്ന് കരുതുന്നവരെ, നാളെ മഹ്ശറയിൽ വിചാരണയുണ്ടെന്ന് വ്യക്തമായ തിരിച്ചറിവുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിപൂർണമായി ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. വആതി ദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബ്നസ് സബീൽ. പാവപ്പെട്ടതാകുന്ന അഗതികൾക്ക്, അനാഥകൾക്ക് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കണേ. വലാ തുബദ്ദിർ തബ്ദീറാ. എന്നാൽ നിങ്ങൾ ചെലവഴിക്കുമ്പോ ദുർവ്യയം ചെയ്യരുതേ. വിവാഹ സദസ്സുകളിൽ എത്രയെത്ര ധൂർത്തുകളാണ് ഇന്ന് നടക്കുന്നത്, എത്രയെത്ര പണങ്ങളാണ് അനാവശ്യമായി ചെലവഴിക്കുന്നത്. ആഖിബത്ത് സൂക്ഷിക്കണേ. മോശമാകുകയില്ലയോ? മുസ്ലിം സമുദായത്തിന്റെ കുടുംബം മോശപ്പെട്ട തലത്തിലേക്ക് പോകുകയല്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ മുഖേന ഓർമ്മപ്പെടുത്തുകയാണ്, ആരാണ് ദുർവ്യയം നടത്തുന്നവര്, ആരാണ് ദൂർത്തടിക്കുന്നവര്? സ്വന്തം സമ്പത്താണ് ഞാനാണ് അധ്വാനിച്ചത്, ഞാനാണ് പ്രവാസ ലോകത്ത് പോയി കഷ്ടപ്പെട്ടത്, ഞാനാണ് 30-40 കൊല്ലം അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ പണമാണെങ്കിൽ പോലും പൊന്നമോനെ വലാ തുബദ്ദിർ തബ്ദീറാ. ഈ ഭൗതികമാകുന്ന ലോകത്ത് 60-70 വയസ്സുള്ള കാലഘട്ടത്തിൽ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന പൊന്നമോളെ വിവാഹം കഴിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോ കാസർഗോഡിന്റെ പ്രിയപ്പെട്ട ഉപ്പ, അല്ലയോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വലാ തുബദ്ദിർ തബ്ദീറാ. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ദുർവ്യയം ചെയ്യരുതേ, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ദൂർത്തടിക്കരുതേ. എന്തേ കാരണമെന്നറിയുമോ? ഇന്നൽ മുബദ്ദിരീൻ കാനൂ ഇഖ്വാനശ് ശയാതീൻ. ഇന്നൽ മുബദ്ദിരീൻ കാനൂ ഇഖ്വാനശ് ശയാതീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ മുഖേന ഓർമ്മപ്പെടുത്തുകയാണ്, തീർച്ചയായും ദുനിയാവിൽ ദൂർത്തടിച്ച് കളയുന്നവർ, തന്റെ സമ്പത്തിനെ ദൂർത്തടിച്ച് കളയുന്നവർ, അത് കള്ളുകുടിച്ചാകട്ടെ, മോശപ്പെട്ട തരത്തിൽ കൊണ്ടുപോയി കൊടുത്തിട്ടാകട്ടെ, കല്യാണത്തിന്റെ തലേ ദിവസം തന്റെ കൂട്ടുകാർക്ക് കുപ്പി പൊട്ടിക്കാനും അവർ മുഴുവനും ഒരേ ഡ്രസ് കോഡില് കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയും നീ ദൂർത്തടിക്കുന്ന സമ്പത്തുണ്ടല്ലോ, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാതീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂർത്തടിക്കുന്ന ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ മുഖേന വ്യക്തമായ രീതിയിൽ സൂചന നൽകുകയാണ്. അവരാരെന്നറിയുമോ? തീർച്ചയായും അല്ലാഹു ശപിച്ചു വിട്ടതായ പിശാചിന്റെ കൂട്ടുകാരത്രേ, പിശാചിന്റേതാകുന്ന സഹോദരങ്ങളത്രേ. പിശാചിന്റെ ആളുകളാണവർ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സമ്പത്ത് ദുർവ്യയം ചെയ്യാൻ പാടില്ല. 30-40-50 വയസ്സ് കഴിഞ്ഞില്ലേ? ഇനി എന്നാണ് നമ്മൾ അമൽ ചെയ്യാൻ തുടങ്ങുക? ഇനി എന്നാണ് നമ്മൾ നന്നാവുക? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മൻ ബദറ അഫ്ഖറഹുല്ലാഹ് വമൻ ഇഖ്തസദ അഗ്നാഹുല്ലാഹ്. മൻ ബദറ അഫ്ഖറഹുല്ലാഹ്,
വമൻ ഇഖ്തസദ അഗ്നാഹുല്ലാഹ്. ആരെങ്കിലും ഈ ഭൗതികമാകുന്ന ലോകത്ത് ധൂർത്തടിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടോ എങ്കിൽ അഫ്ഖറഹുല്ലാഹ്, അവനെ ഏറ്റവും വലിയ ദാരിദ്ര്യത്തിന്റെ പരമകാഷ്ഠയിലേക്ക് അവനെ കൊണ്ടെത്തിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വമൻ ഇഖ്തസദ അഗ്നാഹുല്ലാഹ്, ആരെങ്കിലും അവൻ സമ്പാദ്യശീലമുണ്ടാക്കിയതാകുന്ന ആ സമ്പത്ത് കൊണ്ട്, അവൻ ഒരുമിച്ച് കൂട്ടിയ സമ്പത്ത് കൊണ്ട് മിതത്വം പാലിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തെ ക്രമീകരിച്ചിട്ടുണ്ടോ, അല്ലാഹു അവനെ നല്ല പണക്കാരനാക്കും, ഓനിയാക്കും, അല്ലാഹു ഇഷ്ടപ്പെട്ട ധനികനാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പണമുള്ള ആളുകൾ നമുക്ക് മുമ്പ് ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചിരുന്നു അവർ. മനസ്സിലാക്കണം, 20,000 ദിർഹമുകൾ ചെലവഴിച്ചിട്ട് പുണ്യമാക്കപ്പെട്ട മക്കയിൽ ഒരു വലിയ കിണർ പണിത് കൊടുത്തു ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. വലിയ പണക്കാരനാണ്. 20,000 ദിർഹം ചെലവഴിച്ചിട്ട് പുണ്യമാക്കപ്പെട്ട ഒരു ഖബർ, പുണ്യമാക്കപ്പെട്ട ഒരു കിണർ കുഴിച്ചു കൊടുത്തു തന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് വേണ്ടി. കിണർ കുഴിച്ചു കൊടുത്തു, വെള്ളം കുടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിയപ്പോൾ. വെള്ളത്തിന് ക്ഷാമമല്ലേ, വെള്ളത്തിന് പ്രയാസമല്ലേ, മഴയില്ലാതെ കഷ്ടപ്പെടുക. കാസർഗോഡായിട്ട് മഴ ഇതുവരെ കിട്ടിയിട്ട് പോലും കിട്ടും. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി മഴ 3 ദിവസം കൂടുമ്പോഴൊക്കെ. അള്ളാഹു ഇത് നിലനിർത്തി തരുമാറാവട്ടെ. നമുക്കും അള്ളാഹു ഖൈറായ മഴ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഴയില്ലാതെ വിഷമിക്കാൻ എത്ര അടി കുഴിച്ചിട്ടാണ് ഇന്ന് വെള്ളം കാണുന്നത് തന്നെ എത്ര പ്രയാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു 10-20 കൊല്ലം മുമ്പ് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. വേണ്ട, ഒരു 5 കൊല്ലം മുമ്പ് നമുക്ക് ഇത്രയും പ്രയാസമില്ല. ഓരോ കൊല്ലം കഴിയും തോറും ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു, പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, വെള്ളം കിട്ടുന്നില്ല, ക്ഷാമമാണ്, ദുരിതമാണ്. അവനവന്റെ നിത്യേനയുള്ള കർമ്മങ്ങൾ പോലും നടത്താൻ പറ്റാത്ത അവസ്ഥ. ചിന്തിച്ചു, പരീക്ഷണല്ലേ, വലിയ പരീക്ഷണല്ലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഫിത്നത്തുൽ ളറാ ബഅദ ഫിത്നത്തിൽ സറാ. സുഭിക്ഷതയുടെ കാലഘട്ടത്തിന് ശേഷമായിരിക്കും ഈ ബുദ്ധിമുട്ടിന്റെ ഫിത്ന കടന്നു വരിക എന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ ജനങ്ങൾ ഒന്നാടങ്കം എല്ലാവരും, വിശ്വാസികൾ മാത്രമല്ല അവിശ്വാസികൾ ഉൾപ്പെടെ എല്ലാവരും ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ തകൂന ഫീഹിം ഫിത്നത്തുൻ ഉഖറാ, അവർക്കിടയിൽ വീണ്ടും ഒരു ഫിത്ന കടന്നു വരും. ഈ ഫിത്നയ്ക്ക് ശേഷമായിരിക്കും ആര് കടന്നു വരിക? ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരും. പക്ഷെ ആ ഫിത്ന ആർക്ക് മാത്രമാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വദാലിക ലിൽ മുഅ്മിനീന ഖാസ്സ, വദാലിക ലിൽ മുഅ്മിനീന ഖാസ്സ. സഹാബത്തെ അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. ലോകത്തുള്ള വിശ്വാസികൾക്ക് തൗഹീദിന്റെ അചഞ്ചലമായ വിശ്വാസം കൈക്കൊള്ളുന്നതായ ഏതൊരു മുഅ്മിനുണ്ടോ മുഅ്മിനത്തുണ്ടോ അവർക്ക് മാത്രമായിട്ടായിരിക്കും ആ വിപത്തുകൾ കടന്നു വരിക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, വദാലിക ലിൽ മുഅ്മിനീന ഖാസ, അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമായിട്ടായിരിക്കും അടുത്ത ഫിത്ന കടന്നു വരിക. തകൂനു للمسلمين فتنة عمياء صماء. കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്നയാണതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർത്തമാനം എത്രത്തോളം ലോകത്ത് പ്രശസ്തമാണ്, എത്രത്തോളം വ്യക്തമായി മുസ്ലിമീങ്ങളെ ചിന്തിക്കണേ. ലോകത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ നടന്നു വരികയല്ലയോ? സിറിയയിൽ പാവപ്പെട്ടതാകുന്ന 30ഓളം കുട്ടികൾ
കഴിഞ്ഞ ദിവസവും മോശപ്പെട്ടതാകുന്ന രീതിയിൽ മരണപ്പെട്ടു പോയില്ലയോ? അക്രമങ്ങൾ പാവപ്പെട്ട കുട്ടികൾക്കെതിരെ പോലും നടന്നു വരുന്ന കാലഘട്ടമല്ലയോ? നിങ്ങൾ കേട്ടില്ലയോ? മ്യാൻമറിലെ പാവപ്പെട്ട റോഹിംഗ്യ മുസ്ലിമീങ്ങൾ എത്ര ധീരരോധനങ്ങളാണ് അവർ കരയുന്നത്, എത്ര പ്രയാസമാണ് അവർ അനുഭവിക്കുന്നത്. പച്ചക്കവരെ കുന്നുകളയുകയല്ലയോ, പച്ചക്കവരെ ചുട്ടെടുക്കുകയല്ലയോ? അവരെ സഹായിക്കാൻ ലോകത്ത് ഒരു ശക്തിയും സഹായിക്കാൻ കടന്നു വരുന്നില്ല. ഒരു UN ഇല്ല, ഒരു ഐക്യരാഷ്ട്രസഭ അവർക്ക് പിന്തുണ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്തിനേറെ ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങൾ പറയുന്നു, കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ നാട്ടിൽ തന്നെ മധൂർ പഞ്ചായത്തിലെ ചൂരി എന്ന പള്ളിയുടെ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞുകൂടിയതാകുന്ന പാവപ്പെട്ട മുഅല്ലിമിനെ പോലും ഫാസിസ്റ്റിന്റെ ശക്തികൾ കൊന്നുകളഞ്ഞില്ലയോ, വധിച്ചു കളഞ്ഞില്ലയോ? ചിന്തിക്കണേ മുസ്ലിമേ, ചിന്തിക്കണേ പ്രിയപ്പെട്ട വിശ്വാസികളെ. ഹബീബായ നബി തങ്ങളുടെ അധ്യാപനമാണ്, ലോകത്തിന്റെ നായകന്റെ അധ്യാപനമാണ്. തകൂനു ലിൽ മുസ്ലിമീൻ, സഹാബത്തെ ലോകത്ത് മുഴുവനും സാമ്പത്തികപരമാകുന്ന പ്രയാസം അനുഭവിക്കുമ്പോ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട്, 2000 കൊല്ലക്കണക്കിന് ഇങ്ങോട്ട് ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങൾ മുഴുവനും സാമ്പത്തിക മാന്ദ്യത്തിൽ പ്രയാസം അനുഭവിക്കുകയല്ലയോ? ഇങ്ങനെ ലോകത്ത് മുഴുവനും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോ തകൂനു ലിൽ മുസ്ലിമീന ഫിത്ന, മുസ്ലിമീങ്ങൾക്ക് മാത്രമായി അവരെ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് ഒരു ഫിത്ന കടന്നു വരുമേ. എന്തിനാണ് എന്നെ കൊന്നതെന്ന് കൊല്ലപ്പെട്ടവർ വിളിച്ചു ചോദിച്ചാൽ പോലും പറയാൻ സാധിക്കാത്ത വിധത്തില് അള്ളാഹുവിന്റെ പള്ളിയുടെ അകത്തളങ്ങളിൽ മനോഹരമായി തന്നെ പ്രിയപ്പെട്ടതാകുന്ന വിദ്യാർത്ഥികൾക്ക് ഖുർആൻ പഠിപ്പിച്ചിട്ട് 9:30 മണിക്ക് ആഹാരം കഴിച്ച് ഖുർആനോദി ദിക്ർ ചൊല്ലി കടന്നുറങ്ങിയ ആലിമീങ്ങളെ പോലും വെറുതെ വിടാത്ത കാലഘട്ടം കടന്നു വരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലാ തഖൂമു الساعة على أحد يقول الله. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തെ ലോകാവസാനം ഉണ്ടാവുകയില്ല സഹാബ, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ. അലാ അഹദിൻ യഖൂലു അല്ലാഹ് എന്നീ ഭൂമുഖത്ത് ഒരാളെങ്കിലും പറയുമ്പോ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്രയോ മുഅ്മിനീങ്ങളാണ് തന്റെ പ്രിയപ്പെട്ടതാകുന്ന റബ്ബിനെ ഓർത്തുകൊണ്ട് പാതിരാത്രി സമയത്ത് തഹജ്ജുദ് നമസ്കരിക്കുന്ന ഉമ്മയില്ലയോ? നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം തുടരണേ ഉമ്മ. ആ നമസ്കാരം ചെറുതല്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ കടന്നു വരുമ്പോ പാവപ്പെട്ടതാകുന്ന സഹോദരൻ പാടത്തും പറമ്പത്തും പണിയെടുത്ത് പട്ടിണി മാറ്റാൻ പ്രയാസപ്പെടുന്നതാകുന്ന മുസ്ലിമാകുന്ന ചെറുപ്പക്കാരൻ അവന് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുമ്പോ അടുത്ത് നിൽക്കുന്ന മുസ്ലിമേ, മുഅ്മിനേ, നീ ചെയ്യേണ്ടത് ഒരൊറ്റ പ്രവർത്തനം മാത്രമാണ്. നീ നിന്റെ കൂട്ടുകാരനാകുന്ന ജോസഫിനെയോ നിന്റെ കൂട്ടുകാരനാകുന്ന രാധാകൃഷ്ണനെയോ വകവരുത്താൻ അള്ളാന്റെ ഇസ്ലാം പറയുന്നില്ല. ലോകത്തിന്റെ നായകൻ പഠിപ്പിക്കുന്നത് സമാധാനത്തിന്റെ മതമാണ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് എല്ലാ മുസ്ലിമീങ്ങളും സൗഹാർദ്ദത്തോടുകൂടി കഴിയണമെന്നാണ്. അത് പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും വിട്ടുവീഴ്ചയുടെ മനോഭാവവും മുഅ്മിന് ഉണ്ടാകണമെന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനം. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, കണ്ണും കാതുമടപ്പിക്കുന്ന ഫിത്നകൾ ലോകത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ മുസ്ലിമീങ്ങൾക്കെതിരെ രൂഢമാലമാകുമ്പോ അത് സിറിയയിൽ നമ്മൾ കണ്ടില്ലയോ, ഇറാഖിൽ നമ്മൾ കണ്ടില്ലയോ, ബാബിലോണിൽ നമ്മൾ ദർശിച്ചില്ലയോ, കാസർഗോഡ് നമ്മൾ കണ്ടില്ലയോ, നമ്മുടെ നാട്ടിൽ നമ്മൾ ദർശിച്ചില്ലയോ? ഇങ്ങനെ വിവിധ പ്രശ്നങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ രൂപപ്പെടുമ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മുസ്ലിമീങ്ങൾ കൈക്കൊള്ളേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറബിന്റെ മുന്നിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ
ചെയ്യലാ, അവന്റെ മുന്നിൽ തലകുനിക്കലാണ്, അവന് സാഷ്ടാംഗം ചെയ്യലാണ്, അവനെ വണങ്ങലാണ്, അവനെ വഴങ്ങലാണ്, അവന് വേണ്ടി ഇബാദത്ത് അർപ്പിക്കലാണ്, അവനുമായി കൂടുതൽ അടുക്കലാണ്, അവനുമായി ബന്ധം സ്ഥാപിക്കലാണ്. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ കർണപുടത്തിലെ കലയൊലിക്കൊള്ളുമ്പോ ഒതുവെടുത്തുകൊണ്ട് ഇത്തികാഫിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് ഇമാമിന്റെ വലതു ഭാഗത്ത് ഒന്നാമത്തെ സഫിൽ സ്ഥാനം പിടിക്കലാണ്. ലാ യൻജൂ മിൻഹാ ഇല്ലാ മൻ ദആ കദുആഇൽ ഗരീഖി ഫിൽ ബഹരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യൻജൂ മിൻഹാ ഇല്ലാ മൻ ദആ കദുആഇൽ ഗരീഖി ഫിൽ ബഹരി. സമുദ്രത്തിന്റെ ആഴിയിൽ കിടക്കുന്ന മനുഷ്യൻ, സമുദ്രത്തിലേക്ക് ആഴ്ന്നു പോകുന്ന നീന്തലറിയാത്ത മനുഷ്യൻ കരയിൽ നിൽക്കുന്നവനോട് എന്നെയൊന്ന് രക്ഷിക്കണേ എന്ന് ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കതയോടുകൂടി വിളിച്ചു പറയുന്നത് പോലെ റബ്ബിന്റെ മുന്നിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാതെ അല്ലാഹു ഇവത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ രക്ഷിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ സമയത്താണ് നീ നമസ്കാരം നിലനിർത്തേണ്ടത്. ഈ സമയത്താണ് നീ പള്ളിയിൽ കൃത്യമായി ജമാഅത്തിന് വരേണ്ടത്. ഈ സമയത്താണ് സഹോദരി ബാങ്ക് വിളി കേട്ടാൽ തലയിൽ തട്ടമിട്ട് ഒന്നുവെടുത്ത് ആദ്യ വഖത്തിൽ തന്നെ നമസ്കാരം നിർവഹിച്ച് റബ്ബിന്റെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ടത്, അല്ലാഹുവേ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ. ആര് ദുആ ചെയ്തു? ഞാൻ പോയിട്ട് ചെയ്തു റിയാസ് ഉസ്താദിന്റെ വീട്ടിൽ, ഞാനും അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഉസ്താദുമാരും കൂടി അവിടെ പോയി. ആ വീട്ടിൽ പോയി എത്ര ബുദ്ധിമുട്ടാണ്, എത്ര പ്രയാസമാണ് അവർ ഉപയോഗിക്കുന്നത്. 8 കൊല്ലമായി നമ്മുടെ നാട്ടിൽ അവർ സേവനം ചെയ്യാൻ. അള്ളാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. കുടകപള്ളിയുടെ പരിസരത്ത് ഉസ്താദുമാരൊക്കെ പോയിട്ടുണ്ടാവും. ആ സമീപത്ത് മുകളിലത്തൊരു ഭാഗത്തായിട്ട് ഖബർ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീൻ പഠിച്ച മനുഷ്യൻ, ദീൻ പഠിപ്പിച്ചു കൊടുത്ത മനുഷ്യൻ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ ശഫീഉനാ റസൂലുള്ളാഹി. നിങ്ങളിൽ ഏറ്റവും അത്യുത്തമനാരാൻ? ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അത്തരത്തിലുള്ള ആളുകൾ എന്തിനാണ് അവരെ കൊല ചെയ്യപ്പെട്ടത് എന്നതിന്റെ പേരിൽ ഇന്നും ആർക്കൊരു മറുപടിയില്ല. പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ പറയുന്നത് തീവ്രവാദത്തിന്റെ ഭാഷയല്ല, ഞാൻ പറയുന്നത് സമന്വയത്തിന്റെ ഭാഷയാണ്. നമ്മൾ പരസ്പരം സ്നേഹവും സൗഹാർദ്ദവുമാണ്. ഞാനതാ പറഞ്ഞത്, നമ്മുടെ അയൽവാസി ഒരു പക്ഷേ ഇതര സമുദായത്തിലെ സഹോദരനായിരിക്കും. നമ്മൾ ഇത് കണ്ട് ദേഷ്യപ്പെട്ട് അവനുമായി കയർക്കാൻ പാടില്ല. നമ്മുടെ സൗഹാർദ്ദവും സ്നേഹവും നമ്മൾ നിലനിർത്തണം. മതമൈത്രിക്ക് കേളികെട്ട നാടാണ് നമ്മുടെ നാട്. അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ നിങ്ങളെ മുഴുവൻ ആളുകളെയും, കാസർഗോഡുള്ള പ്രത്യേകിച്ച് ബദൂർ പഞ്ചായത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഴുവനും ഞാൻ സ്തുതിക്കുകയാണ്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ സംയമനത്തിന്റെ പേരിൽ വളരെ സംയമനം പാലിച്ച മുസ്ലിമീങ്ങൾ ഈമാനുള്ളവരാണ് നമ്മൾ. അല്ലാഹു നിലനിർത്തി തരുമാണ്. എന്ത് വേണം? നമ്മൾ എന്ത് വേണം? നമ്മൾ ഒന്ന് മാത്രം വേണം, ഈമാൻ മുറുകെ പിടിക്കണം, വിശ്വാസം മുറുകെ പിടിക്കണം. റബ്ബിന്റെ മുന്നിലേക്ക് തവക്കുലേൽപ്പിച്ചുകൊണ്ട് നമസ്കാരവും ഇബാദത്തുമായി അല്ലാഹുവിലേക്ക് മുറിഞ്ഞു വീഴണം. അല്ലാഹു തീരുമാനിക്കട്ടെ. തവക്കൽതു അലല്ലാഹ് അല്ലേ നമ്മൾ വേണം. അല്ലാഹുവിലേക്ക് നമ്മൾ ഏൽപ്പിക്കുക, അല്ലാഹുവിലേക്ക് വരമേൽപ്പിക്കുക. ലോകത്ത് വരവേൽപ്പിക്കാൻ അവനല്ലാതെ മറ്റാരാണ്? റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബിനാ വഇലൈകൽ മസീർ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നിലേക്ക് ഞങ്ങൾ വരവേൽപ്പിക്കാൻ, നിന്നിലേക്ക് ഏൽപ്പിക്കാൻ. നീ എന്തുവെന്ന് വെച്ച ചെയ്തു. അല്ലാഹു നിന്നിലേക്ക് ഏൽപ്പിക്കാൻ ഞങ്ങൾക്കൊരു കഴിവുമില്ല. നിന്നിലേക്ക് ഏൽപ്പിക്കാൻ. മുസ്ലിമീങ്ങൾക്കെതിരെയുള്ളതാകുന്ന കണ്ണും കാതുമടപ്പിക്കുന്ന ഫിത്ന വരും. അഥവാ മുസ്ലിമീങ്ങൾ കൈകാലിട്ടടിച്ചാലും ലോകത്ത് ഒരാളും അവർക്ക് അനുകൂലമായി പറയാനോ അവരുടെ കാര്യങ്ങൾ കേട്ടെന്ന് വരുത്താനോ കണ്ടെന്ന് വരുത്താനോ ഉണ്ടാവുകയില്ല. നബി മുഹമ്മദ് റസൂലുള്ളാഹി അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. മുസ്ലിങ്ങൾക്ക് എന്തിനാ പ്രശ്നം വരുമ്പോൾ അവർ സഹായം ചോദിച്ച് എവിടെ ചെന്നാലും ഒരു കുഞ്ഞ് സഹായിക്കാനുണ്ടാവൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരും നബി മുഹമ്മദ് റസൂലുള്ളാഹി. കണ്ടില്ലേ, കാലഘട്ടം വ്യക്തമല്ലേ? ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ, കാലഘട്ടം വ്യക്തമല്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്ന് ലോകത്ത് പുലർന്നില്ലയോ, ലോകത്ത് വ്യക്തമായ രീതിയിൽ പുലർന്നില്ലയോ? നമ്മൾ മനസ്സിലാക്കണം, ഒരു മുഅദ്ദിൻ എന്നൊക്കെ പറഞ്ഞ വലിയ പവറാണ്. നമ്മൾ മനസ്സിലാക്കും മുഅദ്ദിൻ മല്ലാക്ക, നമ്മളിങ്ങനെ പേരിട്ടിട്ട് അങ്ങനെ ഇങ്ങനെ വിടുകയാണ്. സാരമല്ല, വലിയ പവറാണ് അവർക്കുള്ളത്.
നമ്മൾ ആർക്കാ പവർ കൊടുത്തിരിക്കുക? നമ്മൾ പ്രവാസ ലോകത്ത് പോയിട്ട് 10 കൊല്ലം കഴിഞ്ഞ് കുറച്ച് കോടികളുമായി നാട്ടിൽ വന്ന് പുത്തമ്പണമായിട്ട് നാട്ടിൽ വന്നിട്ട് വലിയ അമ്പരച്ചുംബികളായ മണിമേടകൾ വെക്കുന്നവന് വലിയ പവർ നമ്മൾ കൊടുക്കണം. നമ്മൾ അവനാണ് വലിയ കുടുംബ മഹിമുള്ളവൻ. നമ്മൾ ആലിമീങ്ങളെ പവർ കൊടുക്കുന്നില്ല. നമ്മൾ മുത്താലിമീങ്ങളെ ദീനിന്റെ അഹ്ലുകാരൊക്കെ നമ്മൾ പവർ കൊടുക്കുന്നില്ല. അവർക്കാണ് പവർ കൊടുക്കേണ്ടത്. മുദരിസിന് പവർ ഉള്ളതുപോലെ, ഇമാമിന് പവർ ഉള്ളതുപോലെ മുഅദ്ദിന്മാർക്കും പവറുണ്ട്. മുഅദ്ദിന്മാർക്കും പവറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അദ്ദന 7 സിനീന മുഹ്തസിബൻ ലില്ലാഹ് കുതിബത് ലഹു ബറാഅത്തുൻ മിനൻ നാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ആരൊരുവൻ 7 വർഷം കൂലി പ്രതീക്ഷിക്കാതെ ബാങ്ക് വിളിച്ചാൽ, അല്ലാഹുവിന്റെ ഭവനത്തിൽ കൂലി പ്രതീക്ഷിക്കാതെ ബാങ്ക് വിളിച്ചാൽ, മുഹ്തസിബ കൂലിയില്ല, കൂലി പ്രതീക്ഷിക്കാതെ ബാങ്ക് വിളിച്ചു. എത്ര കൊല്ലം? 7 കൊല്ലം ബാങ്ക് വിളിച്ചു. 7 കൊല്ലം ഒരാൾ നിരന്തരം ബാങ്ക് വിളിക്കണം. എങ്കിലോ ആ മുഅദ്ദിനുള്ള ശ്രേഷ്ഠത എന്താണെന്നറിയോ? കുതിബത്ത് ലഹു ബറാഅത്തുൻ മിനൻ നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിൽ നിന്ന് മോചനം അതോടുകൂടി എഴുതപ്പെടുകയാണ്. അപ്പൊ നിസാരമല്ല എന്നർത്ഥം. നിസാരമല്ല, മുഅദ്ദിന്മാരാണ് നിസാരക്കാരല്ല. ശ്രദ്ധിക്കും. ഉസ്താദെ കൂലി പ്രതീക്ഷിക്കാതെ എന്നല്ല പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ 2000 രൂപ കൊടുക്കുന്നുണ്ട്. ഭയങ്കര സംഭവം. ഞങ്ങൾ 3000 രൂപ കൊടുക്കുന്നുണ്ട്. ലീവിനൊന്നും വിടൂല, ഇവിടെ തന്നെ നിൽക്കണം. റാഹത്ത്. വെള്ളിയാഴ്ച പോയിട്ട് വൈകുന്നേരം പോയി മകന് വരുമ്പോൾ തിരിച്ചു വരണം. അങ്ങനെ ഞങ്ങൾ കൊടുത്തിട്ട് 3000 രൂപ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇല്ല, 5000 രൂപ കൊടുക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ഞങ്ങൾ ശമ്പളം കൊടുത്ത്. അപ്പം അല്ലാഹുവിന്റെ റസൂൽ വേറെ ഹദീസ് കൂടെ ഓതി. ഇതാ കേട്ടോ, മൻ അദന 12 സിനീന, ആരെങ്കിലും 12 കൊല്ലം ബാങ്ക് വിളിച്ചാൽ വജബത് ലഹുൽ ജന്ന, അവന് നരകത്തിൽ നിന്നുള്ള മോചനവും സ്വർഗ്ഗപ്രവേശനവും നിർബന്ധമായെന്ന് നബിയുനാ റസൂലുള്ളാഹി. വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗ്ഗം നിർബന്ധമായി. നബി മുഹമ്മദ് റസൂലുള്ളാഹി. അവിടെ എന്ത് പറഞ്ഞില്ല? മുഹ്തസിബ എന്ന് പറഞ്ഞില്ല. കൂലി പ്രതീക്ഷിക്കട്ടെ, പ്രതീക്ഷിക്കാതിരിക്കട്ടെ, കൂലി കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ. ഒരാൾ 12 കൊല്ലം ഒരു മുഅദ്ദിൻ ബാങ്ക് വിളിച്ചാൽ വജബത്ത് ലഹുൽ ജന്ന, സ്വർഗ്ഗം നിർബന്ധമായി. നബി മുഹമ്മദ് മുസ്തഫ. 12 കൊല്ലം നീ പ്രവാസി ജീവിതം നയിച്ചാൽ നിനക്ക് ഞാൻ സ്വർഗ്ഗം തരുമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ചിന്തിക്കേണ്ടത് മനസ്സിലായി. മുഅദ്ദിന്മാരുടെ പവറാണ് ഈ പറയുന്നത്. 12 കൊല്ലം നീ കച്ചവടം ചെയ്തുകൊണ്ട് നടന്നാൽ നിനക്ക് ഞാൻ സ്വർഗ്ഗം തരുമെന്ന് പറഞ്ഞിട്ടില്ല. സമയത്ത് പറഞ്ഞിട്ടുണ്ട്, കച്ചവടം റാഹത്തായ നിലയിൽ നല്ല രീതിയിൽ അവൻ നടന്നാൽ ഇത്ര കൊല്ലമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് ചെയ്തിട്ടില്ല. ഇവിടെ ഷർത്താക്കി. എങ്ങനെ? 12 കൊല്ലം ഒന്ന് ഷർത്താക്കി. 12 കൊല്ലം ഒരു വ്യക്തി കൃത്യമായി ബാങ്ക് വിളിക്കുകയാണ് എങ്കിൽ ശമ്പളം ഉണ്ടാകട്ടെ ഇല്ലാതാകട്ടെ, അവന് സ്വർഗ്ഗപ്രവേശനത്തിന് അത് നിദാനമാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ കാരണം? ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം മുനാവി റളിയല്ലാഹു അൻഹു പറയുന്നു, ലിഅന്നഹു മഅജൂനത്തുൻ ബിത്തൗഹീദ്, അല്ലാഹുവിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അവൻ ആ തൗഹീദുമായി കുഴഞ്ഞു കിടക്കുന്നവരാണ്. അതുമായി വല്ലാതെ അഭേദ്യമായി ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ തൗഹീദിന്റെ അചഞ്ചല വ്യക്തിത്വമായവന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്ത് ഉച്ചരിച്ച് അവൻ, ആ മനുഷ്യൻ, അവന്റെ ഹൃദയത്തിൽ ആ തൗഹീദ് രൂഢമൂലമായതിന്റെ പേരിൽ അവന് സ്വർഗ്ഗപ്രവേശനത്തിന് നിദാനമാണത് എന്ന് ഉലമാക്കളെ അല്ലാഹു നമുക്ക് ബാങ്ക് വിളിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതല്ലേ നമ്മൾ ബാങ്ക് വിളിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? മത്സരത്തിൽ വെക്കുന്നത്. അതെല്ലാവരും മുല്ലാക്കായിട്ട് പറഞ്ഞു വിടാനാണ്. അല്ല, ഇതിന്റെ ഫളീലത്ത് എത്രത്തോളം ഉണ്ട്, ഇതിന്റെ ശ്രേഷ്ഠത എത്രത്തോളം ഉണ്ട്. ഇത് വലിയ ശ്രേഷ്ഠതയുള്ള അമലാണ്. നമ്മൾ ബാങ്ക് വിളിക്കാൻ നമുക്കറിയില്ല. പള്ളിയിലെ മുല്ലാക്ക ഒരു പക്കത്ത് ബാങ്ക് വിളിച്ചില്ല, നമ്മൾ ബഹളം ഉണ്ടാക്കാം. മുല്ലാക്കോടെ ബാങ്ക് വിളിച്ചില്ല, ആകെ ബഹളം, വലിയ ബഹളമാണ്. ഇപ്പം കയറി ബാങ്ക് വിളിക്കും, അതുമില്ല, നാട്ടുകാരെ മൊത്തം അറിയിച്ചു. ഒരു വക്കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തെറ്റിയാൽ 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി 1 മിനിറ്റ് സെക്കൻഡ് മാറിയാൽ മാറാൻ പാടില്ല. അങ്ങനെ അറവാതെ ഒന്ന് ഉറങ്ങിപ്പോയാൽ പോലും അത് വലിയ വിഷയം ഉണ്ടാക്കും, നമ്മുടെ ഫിത്തിന ഉണ്ടാക്കും. അല്ലേ? ചിന്തിച്ചു നോക്കും. എന്നാൽ അവരാഴ്ചയിൽ ഒരു ദിവസമാണ് ആകെ വീട്ടിൽ പോകുന്നത്. നമ്മൾ ഡെയിലി രാവിലെ ജോലി ചെയ്യുന്നു, വൈകുന്നേരം വീട്ടിൽ വരുന്നു, ചെറിയ ശമ്പളത്തിന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. ലോകത്ത് ശമ്പള വർധനത്തിന് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ റാഹത്തായി നിലയ്ക്കുന്ന ഒരേ ഒരു കോപുണ്ടെങ്കിൽ സാധുമാര് മാത്രം. ശ്രദ്ധിക്കുന്നുണ്ട്? ആരെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്?
വേറെ ഏത് ഫീൽഡിലും സമ്പത്ത് അല്പം കുറഞ്ഞു വന്നാൽ അവർ റോഡിലിറങ്ങി വലിയ ഉപരോധം, പ്രതിസന്ധി, വലിയ പ്രശ്നങ്ങൾ. ഇവിടെ മുഅല്ലിമീങ്ങൾ, പാവപ്പെട്ട നമ്മുടെ കുട്ടികളെ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാര്, ദർസ് നടത്തുന്ന ഉസ്താദുമാര്, അതുപോലെ തന്നെ ഇമാമിങ്ങൾ, അവരാരും ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഒരു മിമ്പറിൽ ഒരു ഖുത്ബ പോലും ഒരു വെള്ളിയാഴ്ച ഓതാതിരുന്നിട്ടില്ല. മറ്റേത് പഠിപ്പിക്കാതെ മാറി കുത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ശമ്പളം കൂട്ടിയിട്ടില്ല, അള്ളാഹത്ത് പഠിപ്പിക്കുക. എത്രത്തോളം ഉണ്ട് ചിന്തിക്ക്. ഞാനിത് വെറുതെ ഒന്ന് ഇട്ടു എന്നാണ് നിങ്ങളുടെ മനസ്സിലേക്ക്. നമ്മൾ അവർക്ക് വില കൊടുക്കണം, നിസ്സാരരായിട്ട് കാണരുത്. വില കൊടുക്കണം, നിസ്സാരരായിട്ട് കാണരുത്. അവരൊക്കെ സ്വർഗത്തിലേക്കാണ്. അവര് പോയ വഴി നമുക്ക് പോകണ്ടേ? അവര് പോയതുപോലെ പോകണ്ടേ? നമസ്കാരം നിർവഹിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതി ദിക്ർ ചൊല്ലിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് സുന്ദരമായ രീതിയിൽ മരണപ്പെടാൻ നമുക്കും തൗഫീഖ് കിട്ടണ്ടേ? ഒരു മോശപ്പെട്ട കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ആ കാലഘട്ടത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് ദുആ ആണ്, പ്രാർത്ഥനയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ഏറ്റവും നല്ലതുപോലെ സ്വീകരിക്കപ്പെടാൻ നല്ല ടൈം അത് നമസ്കാരത്തിന് തൊട്ടു പുറകെയാണ്. ദുബുരി കുല്ലി സ്വലാത്തിൻ, എല്ലാ നമസ്കാരം കഴിഞ്ഞാൽ ഉടനെയാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ ഉടനെയുള്ള ദുആ. ആരിയ്ക്കുന്നു? പണ്ടൊക്കെ സുന്നികൾ കുറച്ചുപേരൊക്കെ ഇരിക്കുമായിരുന്നു. ഇപ്പൊ അല്ലാഹു വേഗം ചാടി ഇറങ്ങി ഓടുകയാണ്. അവിടെ ഇരുന്ന് ദ്വാരക്കണ്ടേ? ഉസ്താദുമാര് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ പറയുമ്പോൾ ദാരിദ്ര്യത്തിന്റെ പരമകാഷ്ഠയിലെത്തിയതാകുന്ന സമയത്ത് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളുടെ നിർദ്ദേശപ്രകാരം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെത്തിയിട്ട് പ്രവാചകരോട് പറഞ്ഞു, നബിയെ, വലീമത്തു സ്വത്തിൽ ഏതാനും ചില അടിമകളെ കിട്ടിയെന്നറിഞ്ഞു. എന്റെ വീട്ടിലേക്ക് ആട്ടുകല്ലം നരയ്ക്കാൻ വേണ്ടി ഒരു അടിമയൊന്ന് പറഞ്ഞേക്കണം. എന്റെ കൈ കണ്ടില്ലേ, ജോലിയൊക്കെ ചെയ്ത് വല്ലാതെ ബുദ്ധിമുട്ടിയിരിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ട മകളുടെ കൈ പിടിച്ചു നോക്കിയപ്പം തഴമ്പ് വന്ന് പൊട്ടിയിരിക്കുകയാണ്. തങ്ങൾക്ക് വിഷമായി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോള് പൊയ്ക്കോ, ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിയുമ്പോൾ വാപ്പ അങ്ങോട്ട് വരാം. തിരിച്ചു ചെന്ന് ഫാത്തിമ ബീവി അലിയാർ തങ്ങൾ ചോദിച്ചു, എന്താ ഇനി പോയ കാര്യം? വാപ്പ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് നോക്കുമ്പോ രണ്ടുപേരും പനി പിടിച്ച് വിഷമിച്ച് ഒരു പുതപ്പിൻ കീഴിൽ ഇരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലേക്ക് കടന്നു ചെന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പുതപ്പിൻ കീഴിലേക്ക് അവരെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, നിങ്ങൾക്ക് ഒരടിമയെ ഞാൻ നൽകുന്നതിനേക്കാൾ, ഈ ഭൗതിക ലോകത്തുള്ള സർവ്വ ആസ്വാദങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഞാൻ ഒരു ദിക്ർ പഠിപ്പിച്ചു തരാം. നിങ്ങൾ ഉറങ്ങാൻ നേരത്തും നമസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 33 അല്ലാഹു അക്ബർ 33 വെച്ച് നിങ്ങൾ ചെല്ലണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്ക്. ഇത് ദാരിദ്ര്യത്തിന്റെ പ്രശ്നം പറഞ്ഞു ചെന്നപ്പോഴത്തേക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ ആര് ശ്രദ്ധിക്കുന്നു? നമുക്ക് ദാരിദ്ര്യം മാറാൻ വേണ്ടി നമ്മൾ ഇറങ്ങി ഓടുക കടയിലോട്ട്. അല്ലാഹു ഈ ദിക്ർ വിട്ടുപോയി. നീ അവിടെ ഇരുന്ന ദിക്ർ ചെല്ല്, സുബ്ഹാനല്ലാഹ്. ഉസ്താദുമാര് വല്ല മഹല്ലത്തിലുള്ള ഉസ്താദുമാര് നമ്മുടെ മഹല്ലിൽ വന്ന് ചെറിയ വേദന നമ്മൾ കൊടുക്കുന്നു. ഉസ്താദ് അവിടെ ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറയുമ്പോൾ നാട്ടിലുള്ളവരാരും ഇല്ല. എല്ലാവരും എഴുന്നേറ്റ് പോയി വീട്ടിലെത്തി. അല്ലെങ്കിൽ അവന്റെ കട തുറന്നു വെക്കുന്നു. എന്തൊരു മോശത്തരമാണ്. 3 മിനിറ്റ് 4 മിനിറ്റിന്റെ കേസേ ഉള്ളൂ. അവിടെ ഇരുന്ന് ആ ദിക്ർ ചൊല്ലി കൂട്ടമായി ദുആയിരക്ക്. ഉസ്താദ് ദുആയിരക്കുന്നു. നാട്ടിലുള്ളവർക്ക് ആ മഹല്ലത്തിന് ഐശ്വര്യം, പരസ്പരം സ്നേഹം, ഐക്യം, സൗഹാർദ്ദം, പരസ്പരം സ്നേഹ സമസ്രണമാകുന്ന പെരുമാറ്റം, കുടുംബങ്ങളിൽ ഐശ്വര്യം ഉണ്ടാവുക, കച്ചവടത്തിന് ബറക്കത്തുണ്ടാവുക, രോഗശമനത്തിന് വേണ്ടി ആലിമീങ്ങൾ ദുആയിരക്കാൻ. ആമീൻ പിടിക്കുന്നില്ല നമ്മൾ. എന്തൊരവസ്ഥയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, ലാ യൻജൂ മിൻഹാ ഇല്ലാ മൻ ദആ കദുആഇൽ ഗരീഖി ഫിൽ ബഹരി. ഈ സമയത്ത് നിന്റെ മനസ്സിലുണ്ടാവേണ്ടത് പ്രാർത്ഥനയാണ്. അത് നമസ്കാരങ്ങൾക്ക് ശേഷമാകണേ. ആ നമസ്കാരങ്ങൾക്ക് പിറകെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അദ്ദുആഉ ബഅദ ദുബരി കുല്ലി സ്വലാത്തിൻ മുസ്തജാബ ശഫീഉനാ റസൂലുള്ളാഹി. നമസ്കാരത്തിന് ശേഷം ഉടനെയുള്ള പ്രാർത്ഥന വലിയ ഉത്തരം കിട്ടുന്നതാ. ആര് ശ്രദ്ധിക്കുന്നില്ല? ഇതൊന്നും ആര് ശ്രദ്ധിക്കുന്നില്ല. നമസ്കാരം തന്നെ ശ്രദ്ധിക്കുന്നില്ല. പലരും നമസ്കരിക്കുന്നുണ്ട്. ഇപ്പൊ യൂട്യൂബിലൂടെ ഒക്കെ പ്രഭാഷണം കേട്ട് ഒരുപാട് ചെറുപ്പക്കാരൊക്കെ നന്നാവുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇത് നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു സാലിഹീൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. നല്ലതാണ്, പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, നന്നാവുന്നുണ്ട്. പക്ഷേ നമസ്കാരം ചിട്ടയാകുന്നില്ല. ളുഹർ നമസ്കാരം അസറിന് തൊട്ടു മുമ്പ്, അസർ നമസ്കാരം മഗ്രിബിന്റെ സമയത്ത്, ഇശാ നമസ്കാരം പാതിരാത്രി സമയത്ത്, സുബഹി നമസ്കാരം ളുഹറിന്റെ തൊട്ടു മുമ്പ് കൊണ്ടുവന്ന് കുനൂത്ത് ഓതി പള്ളിയുടെ അകത്തിലെത്തി വന്നിരിക്കുക. കണ്ടിട്ടില്ല? ളുഹർ നിസ്കരിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഉസ്താദ് നോക്കുമ്പോൾ ഒരുത്തൻ കൈ ഉയർത്തി ഇങ്ങനെ നിൽക്കുകയാണ് ആകാശത്തോട്ട്. പണ്ട് നാണം ഇല്ലായിരുന്നു. പണ്ട് നാണം ഉണ്ടായിരുന്നു. ഇവൻ എവിടെയെങ്കിലും മാറി നിന്നിട്ടാ ചെയ്യുന്നത്. ഇപ്പൊ ഒരു നാണം ഇല്ല. ഇപ്പൊ ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുകയാണ് പരസ്യമായിട്ട്. ഒരു വിഷയമില്ല. നിസ്കാരം ചിട്ടയില്ല, സമയത്ത് നിർവഹിക്കുന്നില്ല.
നിസ്കരിക്കും, പക്ഷെ എന്തില്ല, സമയത്തല്ല. അത് വലിയ പ്രശ്നമാണ്. നിസ്കാരം പോലും സ്വീകരിക്കപ്പെടാതിരിക്കാൻ വലിയ അത് നിദാനം. നിത്യേന അങ്ങനെ ചെയ്താൽ അങ്ങനെ വരും. സലാസു ദഅവത്തിൻ നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖബലു സലാത്തുൻ, 3 കൂട്ടരുടെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കൂട്ടരുടെ നമസ്കാരം. അതിലൊന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് യഅതി സ്വലാത്ത് ഇദ്ബാറ, എപ്പോഴും നമസ്കാരത്തെ പിന്തിപ്പിച്ചു കൊണ്ടുവരുന്നവർ. അയ്യതിഹാ ബഅദ വഖതിഹാ, നമസ്കാരത്തെ അതിന്റെ സമയത്തെ ശേഷം കൊണ്ടുവരുന്നവരുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ എന്താണ്, സമയത്തല്ല. സമയത്ത് നിർവഹിച്ചാൽ വലിയ കൂലിയാണ്. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതൊക്കെ ഈ സമയത്താണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, കുറച്ച് കഴിഞ്ഞിട്ടല്ല. ഇത് കേൾക്കുന്ന ചിലര് കരുതും, നമസ്കാരമൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ആ നമസ്കാരം ആദ്യ വഖത്തിലാകണം. അതാണ് ഈ പറയുന്നത്. അത് നിസ്സാരമാക്കരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഇദാ സല്ലൽ അബ്ദു ഫീ അവ്വലി വഖതിഹാ സഅദത് ഇലാ സമാ ഹത്താ തഹാ ഇലൽ അർശ് ഫയദഉ അല്ലാഹ സുബ്ഹാനഹു ഹഫിളകല്ലാഹു കമാ ഹഫിളതനി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബത്തെ ആരൊരുവൻ നമസ്കാരം ആദ്യ വഖത്തിൽ തന്നെ നിർവഹിച്ച പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണ സുന്ദരമായ പാങ്കൊലി അവന്റെ കർണപുടത്തിലേക്ക് അലയൊലി കൊള്ളുമ്പോ ഒതുവെടുത്തുകൊണ്ട് ചട്ടുംകുഴി പള്ളിയിലേക്ക് ആദ്യ വഖത്തിൽ തന്നെ നമസ്കരിക്കാൻ വരുന്നതായ കാസർഗോഡുള്ള ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ടോ? അവന്റെ മഹല്ലത്തിലേക്ക് ആദ്യ വഖത്തിൽ തന്നെ നമസ്കരിക്കുന്നവരുണ്ടോ? അവൻ നമസ്കരിച്ച് സലാം വീട്ടിയാലുടനെ ആ നമസ്കാരം ആകാശ ലോകത്തേക്ക് ഉയരുമത്രേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒന്നാം ആകാശവും രണ്ടാം ആകാശവും മൂന്നാം ആകാശവും കഴിഞ്ഞ് ഏഴാം ആകാശത്തിനപ്പുറത്ത് ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് അർശിന്റെ ചുവട്ടിലേക്ക് അവന്റെ നമസ്കാരം എത്തുമത്രേ. ഇത് പരിശുദ്ധമാകുന്ന റജബ് മാസമാണ്. ഇത് പുണ്യമാക്കപ്പെട്ട റജബ് മാസമാണ്. ഈ മാസത്തിന്റെ പവിത്രത ചെവിക്കൊള്ളണേ. ഈ മാസത്തിലാണ് നമസ്കാരം നമുക്ക് നിർബന്ധമായത്. ഈ മാസത്തിലാണ് അല്ലാഹുവിന്റെ റസൂല് റജബ് 27 അല്ലാഹുവിനെ കണ്ടത്. അല്ലാഹുവിനെ കണ്ട് തിരിച്ചു പോരുമ്പോ ഹബീബായ നബി തങ്ങളുടെ കൈകളിലേക്ക് അല്ലാഹു കൊടുത്ത സമ്മാനമല്ലയോ ആ നമസ്കാരത്തെ അല്ലാഹുവിന്റെ റസൂല് നമുക്ക് സമ്മാനിച്ചില്ലയോ? അല്ലാഹുവിനെ കണ്ട റസൂല് അല്ലാഹുവുമായിട്ട് രഹസ്യ സംഭാഷണം നടത്താൻ മുസ്ലിമേ നാളെ ആഖിറത്തിൽ അല്ലാഹുവുമായിട്ട് നേരിട്ട് കാണാൻ, നേരിട്ട് സംഭാഷണം നടത്താൻ അതിന് ഉപകരിക്കുന്നതാകുന്ന നമസ്കാരത്തെ നമ്മുടെ കയ്യിലേക്ക് നൽകിയിട്ട് ആ നമസ്കാരത്തെ ശ്രദ്ധിക്കാതെ പോകരുതേ. എത്ര ചെറുപ്പക്കാരാണ് ഈ സമയത്തും IPL കളി കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ? എത്ര ചെറുപ്പക്കാരാണ് ഫുട്ബോൾ മാമാങ്കത്തിലല്ലയോ? എത്ര ചെറുപ്പക്കാരാണ് ജിയോ സിം അംബാനി തന്നത് മുതൽ മോശപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ട് തന്റെ സമയങ്ങളെ ചെലവഴിക്കുകയല്ലയോ? ആഖിബത്ത് മോശമാകുമേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, നിന്റെ നമസ്കാരം നീ ആദ്യ വഖത്തിൽ തന്നെ നിർവഹിച്ച അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, അല്ലയോ പ്രിയപ്പെട്ട ഉപ്പ, ചട്ടുംകുഴിയിലുള്ള പ്രിയപ്പെട്ട സീമയുടെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടാലുടനെ ഒതുവെടുത്തുകൊണ്ട് പള്ളിയുടെ അകത്തളത്തിലേക്ക് കയറി ആദ്യ വഖത്തിൽ ആദ്യ ജമാഅത്തിൽ നിന്റെ നമസ്കാരം കഴിഞ്ഞാലുടനെ നിന്റെ നമസ്കാരം ആകാശ ലോകത്തേക്ക് ഉയരുകയാണ്. ഏഴാം ആകാശത്തിനപ്പുറത്ത് അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിലേക്ക് നിന്റെ നമസ്കാരം എത്തുകയാണ്. അവന് വേണ്ടി അല്ലാഹുവിന്റെ തിരുസവിധത്തിൽ വെച്ചുകൊണ്ട് ആ നമസ്കാരം ദുആ ചെയ്യുമത്രേ. ഹഫിളകല്ലാഹു കമാ ഹഫിളതനി.
അല്ലാഹു നിന്നെ സംരക്ഷിക്കട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്ന്, എല്ലാ ദുരിതങ്ങളിൽ നിന്ന്, എല്ലാ വിപത്തുകളിൽ നിന്ന് അല്ലാഹു നിനക്ക് സംരക്ഷണം നൽകട്ടെ എന്ന് ആ നമസ്കാരം നിനക്ക് അനുകൂലമായി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരാണ് ചിന്തിക്കുന്നത്, ആരാണ് ശ്രദ്ധിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, വൈദാ സല്ലൽ അബ്ദു ഫീ ഗൈരി വഖതിഹാ സഅദത ഇലാ സമാ. നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, നമസ്കരിക്കുന്ന ഉമ്മയാണ്, നമസ്കരിക്കുന്ന ഉപ്പയാണ്, നമസ്കരിക്കുന്ന ചെറുപ്പക്കാരനാണ്. പക്ഷേ സമയത്തല്ല, സമയത്തല്ല. എത്രയോ ചെറുപ്പക്കാരുണ്ട് പകലന്തിയോളം കഷ്ടപ്പെടുന്നവരാണ്. കഷ്ടപ്പെട്ടുകൊണ്ട് യാതനകളും നൊമ്പരങ്ങളും വിഷമങ്ങളും ഉണ്ടായിട്ട് പോലും, സമ്പാദ്യം മുഴുവനും കൈക്കലാക്കിയിട്ട് പോലും നമസ്കാരം നിർവഹിക്കുന്ന ചെറുപ്പക്കാരനാണ്. പക്ഷേ സമയത്തല്ല, സമയത്തല്ല. രാവിലെ കട തുറന്നു വെക്കുന്നു, വൈകുന്നേരം വരെ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരൻ, മുസ്ലിമാകുന്ന ചട്ടുംകൊടിയിലുള്ള സഹോദരൻ അവസാനം കടയെല്ലാം അടച്ച് ദുഹറും അസറും മഗ്രിബും ഇശാവും എല്ലാം കൂടി ജംആക്കി ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവരില്ലയോ? അഥവാ അവസാന ടൈമിൽ നമസ്കരിക്കുന്നതായ ആളുകളില്ലയോ? എത്രയോ സഹോദരിമാരുണ്ട് ജ്വല്ലറിയിൽ ഒരു സ്വർണം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നവർ ജ്വല്ലറി തുറക്കുന്നതിന് മുമ്പ് തന്നെ ജ്വല്ലറിയുടെ മുന്നിൽ സ്ഥാനം പിടിച്ചില്ലയോ? ഒരു പെൺകുട്ടിക്ക് ആഭരണം വാങ്ങാൻ വേണ്ടി 2-3 വാഹനങ്ങളും എടുത്തുകൊണ്ട് യാത്ര ചെയ്യുന്ന കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉമ്മ, ആരാണ് നിനക്ക് അനുവാദം നൽകിയത്? ഏത് മതത്തിന്റെ അനുയായികളാണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരല്ലയോ? സമസ്തയുടെ അനുയായികളല്ലയോ? ചിന്തിക്കണേ ഉമ്മ, ചിന്തിക്കണേ ഉപ്പ. അവസാനം ടെക്സ്റ്റൈൽസിൽ പോയി, അവസാനം ജ്വല്ലറിയിൽ ചെന്ന് സ്വർണ്ണങ്ങൾ പർച്ചേസ് ചെയ്തു, ആഭരണങ്ങൾ വാങ്ങി, അവന്റെ ഉടയാടകൾ മുഴുവനും ടെക്സ്റ്റൈൽസിൽ നിന്ന് വാങ്ങിയെടുത്തിട്ട് ളുഹറും അസറും എല്ലാം തന്നെ വീട്ടിൽ വന്നുകൊണ്ട് നമസ്കരിക്കുന്നവരില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഅദതിൽ സമാ, ഒന്നാം ആകാശത്തേക്ക് നമസ്കാരം എത്തുമ്പോ വലൈഹാ ഉൽമാ, ആ നമസ്കാരം ഇരുൾ മുറ്റപ്പെടുകയാണ്, കറുത്തിരുണ്ടതാകുന്ന പുകപടലമായി നമസ്കാരം മാറുകയാണ്. തുറദ്ദുൽ മലായികതു സ്വലാതഹു, നമസ്കരിച്ചിട്ടുണ്ട് പക്ഷേ നമസ്കാരം സമയത്തല്ലാത്തതിന്റെ പേരിൽ അവന്റെ നമസ്കാരത്തെ മലക്കുകൾ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചുവിടുമത്രേ. തുറദ്ദുൽ മലായികതു സ്വലാതഹു, അവന്റെ നമസ്കാരത്തെ മലക്കുകൾ ഭൂമിയിലേക്ക് തിരിച്ചു പറഞ്ഞേക്കുകയാണ്. ആ നമസ്കാരം അവന്റെ ഇടതു ഭാഗത്ത് വന്നുകൊണ്ട് ഭൂമിയിൽ വെച്ചുകൊണ്ട് അവനെതിരായി ദുആ ചെയ്യുമത്രേ. ആർക്കെതിരെയാണ് ഉമ്മ? ആർക്കെതിരെയാണ് ഉപ്പ? നമസ്കരിച്ചവന് എതിരെയാണ്. സമയത്ത് നിർവഹിക്കാത്തത് കൊണ്ടാണ് അവനെതിരെ നമസ്കാരം ദുആ ചെയ്യുകയാണ്. ലയ്യകല്ലാഹു കമാ ലയ്യഅതനി, അല്ലാഹു നിന്നെ പാഴാക്കട്ടടാ. അപകടങ്ങളും ദുരിതങ്ങളും വിപത്തുകളും അല്ലാഹു നിനക്ക് നൽകട്ടെ എന്ന് നമസ്കാരം നമുക്ക് എതിരായി ദുആ ചെയ്യുമേ. സമയത്ത് നിർവഹിച്ചില്ല എങ്കിലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആരുടെ കാര്യം പറയുന്നത്? നമസ്കരിക്കുന്നവരുടെ കാര്യം കേട്ടോ. നമസ്കരിക്കാത്തവന്റെ കാര്യം നമുക്ക് ചർച്ചയേ ഇല്ല. മുസ്ലിമാണ് റേഷൻ കാർഡിൽ, മുസ്ലിമാണ് ഐഡിയിൽ, മുസ്ലിമാണ് ആധാർ കാർഡിൽ, പക്ഷെ എന്തില്ല, പള്ളിയിൽ നിന്ന് വരെ കണ്ടിട്ടില്ല. പെരുന്നാളിന് മാത്രം കോട്ട് സൂട്ടൊക്കെ അണിഞ്ഞു വരും. അങ്ങനത്തെ ചില ആളുകൾ പെരുന്നാളിന് ഭയങ്കര റാഹത്തായിട്ട് രാവിലെ വലിയ ഫർദ് നിസ്കാരം നിസ്കരിക്കാൻ വരുന്നവരെ വരികയാണ്. ഒരു ജുമായ്ക്ക് പോലും കണ്ടിട്ടില്ല. ചില ആളുകൾ ജുമായ്ക്ക് മാത്രം ഇമാം മുമ്പറിൽ ഹുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇമാറിന് നേരെ ഫ്രണ്ടിൽ വന്നിട്ട് അങ്ങനത്തെ ആളുകളെ അളന്ന് വെച്ചോളി, അവരെ ജുമായ്ക്ക് മാത്രമേ വരൂ. കാണിക്കാൻ വേണ്ടിയാണ് അവനെ കാണിക്കുന്നത്. ശരിയല്ലേ? അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ സമയത്ത് ഫിത്നത്തുൻ അംയാഉ സമ്മാഉ, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന് മുമ്പുള്ളതാകുന്ന കണ്ണും കാതുമടപ്പിക്കുന്ന ഫിത്നകൾ മുസ്ലിമീങ്ങൾക്കെതിരെ കടന്നു വരുമ്പോ മുസ്ലിം സഹോദര സഹോദരിമാര് ആർജവത്തോടുകൂടി കടന്നു വരേണ്ടത്, ഈമാൻ പുൽകേണ്ടത് നമസ്കാരത്തിലൂടെയാണ്, ദുആയിലൂടെയാണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹി നമ്മൾ ദുആ മുറുകെ പിടിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ ബക്കറ്റ് ബക്കറ്റില്ലേ?
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബക്കറ്റ് അങ്ങോട്ട് കൊണ്ടുപോയി സ്ത്രീകളുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയിക്കോ. ബക്കറ്റ് അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. ബിസ്മില്ലാ. സ്ത്രീകളുടെ ഭാഗത്ത് ബക്കറ്റ് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാര്യമായി സംഭാവന കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ സ്വതക്കകൾ പാരത്രിക ലോകത്ത് വിജയത്തിന് അള്ളാഹു നിദാനമാക്കുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മളെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖൈറും ബറക്കത്തും അള്ളാഹു നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട സർവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല നിയ്യത്ത് CMA പ്രവർത്തകർക്കുണ്ട്. പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കുക നല്ല നിയ്യത്താണ്. അള്ളാഹു സാധൂകരിച്ചു കൊടുക്കുമാറാവട്ടെ. വർഷങ്ങളായി അവർ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നല്ല രീതിയിലുള്ള സംഭാവന നൽകുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം ഇരുവീട്ടിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സഹോദരിമാരുടെ ഭാഗത്ത് ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും കാര്യമായി കൊടുക്കും. എന്തെങ്കിലും ദുആ ചെയ്യാനുള്ളതെങ്കിൽ പൈസ കൊടുത്ത് പ്രത്യേകം നമ്മൾ ദുആ ചെയ്യിപ്പിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. പൈസ ഇല്ലാത്തവർ അങ്ങനെ നമ്മൾ കത്തെഴുതിയിട്ട് കൊടുക്കുന്നത് പോലെ ദുആ ചെയ്യാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളേവരെയും ഒരു ഇഷ്ടപ്പെട്ട അടിമകൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഏതായിരുന്നാലും ഈ കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്നകൾ മുസ്ലിമീങ്ങൾക്കിടയിൽ രൂഢമൂലമാകും. അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. ഈ സമയത്ത് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യണം? നമസ്കാരം ചിട്ടവട്ടമാക്കണം. കൃത്യമായി അവൻ ഇബാദത്തിലേക്ക് തിരിച്ചു വരണം. അതാണ് മുസ്ലിം ചെയ്യേണ്ടത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ സമയത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് മുസ്ലിം രാഷ്ട്രമാകുന്ന തുർക്കി നഷ്ടപ്പെട്ടു പോകും. ഹബീബ് റസൂലുള്ളാഹി ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. മുസ്ലിം രാഷ്ട്രമാണ് ഏത്? തുർക്കി. തുർക്കി എന്ന രാജ്യം മുസ്ലിമീങ്ങളുടെ കൈവെള്ളയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന് മുമ്പ് ഹബീബ് റസൂലുള്ളാഹി ഇനി വരാനിരിക്കുന്ന സംഭവം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തുർക്കി ആദ്യം മുസ്ലിമീങ്ങളുടെ കൈവെള്ളയിൽ വന്നു. 2 പ്രാവശ്യമാണ് തുർക്കി മുസ്ലിമീങ്ങളുടെ കൈവെള്ളയിലേക്ക് വന്നിട്ടുള്ളത്. ഒന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം. ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. എനിക്ക് വെള്ളമൊക്കെ കിട്ടുന്നില്ല. വെള്ളത്തിന്റെ ഇടയ്ക്ക് ഇത് മറന്നുപോയല്ലോ. നമ്മൾ വെള്ളം കുടിക്കാൻ മറന്നു. വെള്ളമൊക്കെ ആരും നല്ല നീയത്ത് വെച്ച് കൊടുക്കുന്നവരാണ്. അത് സപ്ലൈ ചെയ്യുന്നവരും അത് നൽകിയവർക്കൊക്കെ അള്ളാഹു ഖൈറു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലാസ്റ്റിന് ചീരണി നൽകുന്നുണ്ട്, ചെറിയൊരു ചീരണി. ആ ചീരണി ഉണ്ടാക്കിയവർക്കും അതിനുവേണ്ടി പൈസ കൊടുത്തവർക്കും ഒക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദുആ നമുക്ക് പിരിയണം ഇൻഷാ അല്ലാഹ്. ഉസ്താദുമാരൊക്കെ ഉണ്ട്. അള്ളാഹു നമ്മുടെ ദുആകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ, ഇജാബത്തുള്ളതാക്കട്ടെ. നല്ല മാസം റജബുൻ ഷഹ്റുല്ലാ, അള്ളാഹിന്റെ മാസമാണ്. ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ്. നല്ല മാസമാണ്, നല്ല രാവ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്ത് കാര്യവും തുടങ്ങാൻ നല്ല ബെറ്റർ മാസമാണ്. ഒരു വീട് പുതിയതായിട്ട് കൂടുകയാണ്, കുടിയിരിക്കൽ കൂടുകയാണ്. ഈ മാസത്തിൽ വളരെ നല്ല മാസം, നല്ല സൂപ്പർ മാസമാണ്. ഇതുപോലൊരു മാസം ഇല്ല. അള്ളാഹു നമ്മുടെ മാസങ്ങളെ ബഹുമാനിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. ശുദ്ധ ഖുർആൻ തന്നെ അത് തന്നെയാണ് ഓർമ്മപ്പെടുത്തിയത്. ഈ മാസത്തിൽ നീ അക്രമത്തിലേക്ക് പോകരുത്. ഈ മാസത്തിന്റെ പവിത്രത ഓർത്തിട്ട് നീ അക്രമത്തിലേക്കും മോശപ്പെട്ട പ്രവണതയിലേക്കൊന്നും മുസ്ലിം സഹോദരങ്ങൾ എടുത്തു ചാടരുത്. ശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തി. ഏതുമായിക്കോട്ടെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന് മുമ്പ് അടുത്ത ഒരു ഫിത്ന ഉണ്ടാവും. എന്താണത്? മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് അവരുടെ തുർക്കി എന്ന രാജ്യം നഷ്ടപ്പെട്ടു. തുർക്കി എന്ന രാജ്യം മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. നല്ലതുപോലെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. നമ്മൾ വെറുതെ തമാശ പറഞ്ഞു പോലല്ലോ, കോമഡിയൊന്നും അല്ല. ഖുർആനുമായിട്ട് ഹദീസും കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇനി വരാനിരിക്കുന്ന സംഭവം ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല, കഴിഞ്ഞു കടന്നിട്ടുമില്ല. അങ്ങനത്തെ ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ മുസ്ലിമീങ്ങളുടെ കയ്യിലിരിക്കുന്ന തുർക്കി എന്ന രാജ്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ അതെന്താണെന്ന് നോക്കിയാൽ മതി. ഒരു യുദ്ധം വരും. ആ യുദ്ധം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിനുശേഷം ആര് വരുവുള്ളൂ? മഹദി റളിയല്ലാഹു അൻഹു വരും.
തുർക്കി മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് ഇതിനു മുമ്പ് വന്നിട്ടുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോടായി പറയുകയാണ്, സ്വഹാബത്തെ സാബത്തെ, അടുത്തിടെ തന്നെ നിങ്ങളെ തുർക്കി പിടിച്ചെടുക്കുമേ. ആ തുർക്കി പിടിച്ചെടുക്കുന്നതിൽ നിങ്ങൾ ഭാഗവാക്കാകണേ. അതിൽ ആരൊരുവൻ പങ്കെടുക്കുന്നുണ്ടോ അതിൽ വലിയ ദറജയുണ്ട്, പദവിയുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വചനം ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചിട്ടു. റസൂലുള്ളാഹിന്റെ വാക്ക് എന്റെ മനസ്സിൽ ഞാൻ തറപ്പിച്ചു വെച്ചു. അവസാനം ആ സമയമെടുത്തപ്പോ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ധർമ്മസമരത്തിൽ തുർക്കി പിടിച്ചെടുക്കുന്നതിന്റെ കൂടെ സ്വഹാബത്തിന്റെ കൂടെ അതിന്റെ നേതൃത്വം കൊടുത്തുകൊണ്ട് പോകാൻ എനിക്ക് അല്ലാഹു തൗഫീഖ് നൽകിയെന്ന് ബഹുമാനപ്പെട്ട അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു. അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കലിലാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകം വന്ന് മുട്ടുകുത്തിയത്. ഒട്ടകം എവിടെയാണ് വന്ന് മുട്ടുകുത്തുക? ഓരോരുത്തർ വന്നിട്ട് നബിയെ ഇവിടെ ഇറങ്ങെന്ന് പറഞ്ഞു ഒരു അനുയായികൾ വന്ന് ക്ഷണിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ഒട്ടകം എവിടെ മുട്ടുകുത്തുവോ അവിടെ ഇറങ്ങാനാണ് നമ്മളോട് അല്ലാഹുവിന്റെ കൽപ്പന. അങ്ങനെ സ്വഹാബത്തെല്ലാം പുറകെ കൂടി അവസാനം ഒട്ടകം വന്ന് മുട്ടുകുത്തുന്നത് ആരുടെ പടിക്കൽ? ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു വീട്ടുപടിക്കൽ. ആ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ആദ്യം തുർക്കി എന്ന രാജ്യം മുസ്ലിമീങ്ങളുടെ കൈവെള്ളയിൽ വന്നു, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ. അതിനുശേഷം പിന്നീട് കൈവന്നത് ഇപ്പോഴാണ്. രണ്ടാമത് കൈവന്നത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഓർത്തഡോക്സ് വിഭാഗക്കാർ അവർ തൊട്ടടുത്ത് കാണുന്ന റഷ്യ എന്ന രാജ്യത്തിലേക്ക് പലായനം ചെയ്തു. ഇന്ന് റഷ്യയിൽ 80% ഓർത്തഡോക്സ് വിഭാഗക്കാരാണ്. ഈ റഷ്യ ആയിരിക്കും, തൊട്ടടുത്തുള്ള റഷ്യ ആയിരിക്കും തുർക്കി പിടിച്ചെടുക്കുക എന്നും മുഹമ്മദ് റസൂലുള്ളാഹി എല്ലാ റസൂലുള്ളാഹി ഇങ്ങനെ വ്യക്തമാക്കി തന്നിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളാണ്. സുനാമി വന്നിട്ട് ആയത്തോദീസ് വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ കാര്യം നടന്നതിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് മുമ്പ് നമുക്ക് നടക്കും. അപ്പോൾ വരാനിരിക്കുന്ന സംഭവം പറയുമ്പോൾ ഇനി അടുത്ത ദിവസം നമ്മൾ പത്രത്തിൽ വായിക്കാൻ ഇങ്ങനെ ഒരു യുദ്ധം വരുന്നെന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമാകും, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി. ഇപ്പോഴും വെളിയിലൊക്കെ ഒരുപാട് ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ടല്ലോ. എന്തിനാണ് അവിടെ പോയി നിൽക്കുന്നത്? ഈ പെണ്ണുങ്ങളുടെ സൈഡിലൊക്കെ അവിടെ പോയി ചെറുപ്പക്കാർ ഇരിക്കുന്നത്. വാലണ്ടിയേഴ്സ് ശ്രദ്ധിക്കും. അത് കേൾക്കാൻ വന്ന് ഇങ്ങോട്ട് സദസ്സിലോട്ടില്ല, ഇല്ല വീട്ടിൽ പോയി അല്ലാഹു. പെണ്ണുങ്ങളുടെ പുറകെ പോയി അവിടെ പോയി ഇങ്ങനെ റോഡിൽ പോയി കുത്തിയിരിക്കുന്നതിന് ആണയില്ല. എപ്പോഴും കുറെ വാത് വെക്കാൻ വന്ന സദസ്സിൽ അവിടെ ഇവിടെ കാറിന്റെ സൈഡിൽ ബൈക്കിന്റെ സൈഡിൽ പെട്രോൾ ഒറ്റാനായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കും. അത് കേൾക്കാനാണെങ്കിൽ സദസ്യം ഇല്ലെങ്കിൽ വീട്ടിൽ പോയിക്കും. വല്ല ജിയോ സിനിമ എടുത്ത് സിനിമ കണ്ടുകൊണ്ടിരിക്കും നരകത്തിലോട്ട്. അല്ലാഹു ആക്കട്ടെ. ഇവിടെ വന്നിട്ട് പിന്നെ ഇങ്ങനെ മാറി അവിടെ ഇവിടെ നിന്നിട്ട് നമ്മളെ പേര് പറയിപ്പിക്കാം. അല്ലാഹു ആക്കട്ടെ. നീ പഠിക്കാൻ വന്ന എന്നിട്ട് വെളിയിൽ പോയിക്കും. ഇവിടെ കസേര ഇല്ലാണ്ടായിരിക്കും ആണോ? വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കും. നമ്മുടെ കുട്ടികളാണ് പെണ്ണുങ്ങളുടെ സൈഡിലൊന്നും പോയി നിൽക്കല്ലേ. അഴീക്കോട് ഒരു ഭാഗത്ത് വാതിന് പോയപ്പോഴത്തേക്കും പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പർദ്ദയിട്ട് ഒരു ഹൈവാനെ പിടികൂടി. പർദ്ദയിട്ടിട്ട് പെണ്ണുങ്ങളുടെ വന്നിരുന്ന് വാത് കേൾക്കാം. റാഹത്ത് നല്ല പാങ്ങ് കയ്യോടെ വാത് പിടികൂടി നല്ല ഇടിയിടിച്ച് മുസ്ലിം സഹോദരൻ. എന്താ സംഭവം? നമ്മുടെ മുസ്ലിം താത്താരോട് ഒളിച്ചോടാൻ വന്നാണ്. ഇവിടെ വന്ന് വാത് കഴിഞ്ഞിട്ട് റാഹത്തായിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും പോകാൻ നിന്നാണ്. പക്ഷെ ബക്കറ്റ് വിരി വിടാൻ വന്നപ്പോഴത്തേക്കും അള്ളാഹുവിനെ കൈയോടെ പിടികൂടി. എൻ്റെ കയ്യിൽ വേറെ വള കിടക്കണം. റാഹത്ത് താത്താടെ കയ്യിൽ വേറെ ഇരുമ്പിൻ്റെ വള. താത്ത കൈയോടെ പോയി പറത് ധരിച്ചിട്ട് പെണ്ണുങ്ങളുടെ ഇടയിൽ വന്നിരുന്നിട്ട് വാത് കേൾക്കാം. പെണ്ണുങ്ങളൊക്കെ വന്ന് ഒപ്പം കൂടി കൊടുക്കും നോക്കിപ്പോയി. അള്ളാഹു അടുത്ത് വലിയൊരു അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും അള്ളാഹു നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ശ്രദ്ധിക്കും. കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട് ഇതിനിടയ്ക്ക്. അതുകൊണ്ട് ഞാൻ ബക്കറ്റുമൊക്കെ വേഗം പിരിച്ചവിടെ കാര്യങ്ങൾ നിൽക്കും. ഇനി ഇതിലോട്ട് നമുക്ക് ശ്രദ്ധിക്കണം. കുറച്ച് കാര്യങ്ങൾ പറയണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കട്ടെ. ഈ വെള്ളം കൊടുക്കുന്ന തകൃതിയിലേക്ക് എനിക്ക് ഇവരുടെ ശ്രദ്ധ പോകും. വേഗം 1-2 പേരും കൂടെ അതിന് നിന്നിട്ട് പടയെ നമ്മൾ കൊടുത്തു തീർക്കും. പെട്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്താൻ തുർക്കി മുസ്ലിമീങ്ങളുടെ കൈവെള്ളയിൽ നഷ്ടപ്പെട്ടു പോകും. ഇനി നടക്കാനിരിക്കുന്ന സംഭവം അത് കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് മാത്രമല്ല യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല ഉയർന്നു വരുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി.
ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഇനി വരാനിരിക്കുന്ന സംഭവം, യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല ഉയർന്നു വരുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല ഉയർന്നു വരുമത്രേ. മുസ്ലിമീങ്ങളെ കാലഘട്ടത്തിലുള്ളവർ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ആ മല ഉയർന്നു വരുമ്പോ സ്വർണം അല്പം കരഗതമാക്കാൻ വേണ്ടി ദാരിദ്ര്യത്തിന്റെ പ്രഥമ കാഷ്ടയിൽ കഴിയുന്നതാകുന്ന മനുഷ്യൻ ജനങ്ങൾ അങ്ങോട്ട് ഓടുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരെ, ഖബറിനെ കൊണ്ടും മഹ്ശറയെ കൊണ്ടും വിശ്വസിക്കുന്നവരെ, നിങ്ങൾ ഓടരുതേ, ഓടരുതേ. يقتل 99 في المئة. അങ്ങോട്ട് പോകുന്ന 99% ആളുകളും 100-ൽ വധിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവിടെ പോകുന്ന 100-ൽ 99% ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് മരിച്ചു പോകും. നബി മുഹമ്മദ് റസൂലുള്ളാഹി വധിക്കപ്പെടും. നബി മുഹമ്മദ് റസൂലുള്ളാഹി. കയ്യിൽ പൈസയൊന്നും ഇല്ല, ആരുടെ കയ്യിലും, ഒരാളുടെ കയ്യിലില്ല. അറബ് സമൂഹത്തെ മുഴുവനും കെട്ടിവരിക്കപ്പെടും. അവരുടെ കയ്യും കാലും കൂടെ കൂട്ടിക്കെട്ടും എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പത്ത് മുഴുവനും ചോർന്നെടുക്കും മറ്റുള്ളവർ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അറബ് സമൂഹത്തിലെ ആളുകൾ മറ്റുള്ളവർക്ക് ഓശാന പാടുന്ന തരത്തിലേക്ക് ഇപ്പൊ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോശപ്പെട്ട തലത്തിലേക്ക് ആ രാജ്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. റസൂൽ പറഞ്ഞത് കറക്റ്റ്. പല രീതിയിലുള്ള അക്രമങ്ങൾക്കും ഇവരായിരിക്കും പിന്തുണ കൊടുക്കുക. പല രീതിയിലുള്ള വേശ്യാലയങ്ങൾ തുറക്കാനും ഇവരായിരിക്കും മുമ്പന്തി ഉണ്ടാവുക. ഹബീബ് റസൂലുള്ളാഹി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അറബികളുടെ കയ്യും കാലും കൂട്ടപ്പെടും. ആരാ പറയുന്ന? അറബ് രാജ്യങ്ങളുടെ മുഴുവൻ, അറബ് രാഷ്ട്രങ്ങൾ മുഴുവൻ. 55ഓളം അറബ് രാഷ്ട്രങ്ങൾ നമുക്കുണ്ട്. ഐക്യപ്പെട്ട് എന്നാൽ അതിനേക്കാൾ ഒരു ഐക്യത ലോകത്ത് 55ഓളം അറബ് രാഷ്ട്രങ്ങളുണ്ട്. എവിടെ ഐക്യപ്പെടുന്നു? മാറി മാറി നിൽക്കുകയാണ്. തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ അതാണ് വ്യക്തമാക്കിയത്. ആ സമയത്താണ് അവർക്കിടയിലേക്ക് യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് ഒരു സ്വർണത്തിന്റെ മല ഉയർന്നു വരുന്നത്. ജനങ്ങളുടെ കയ്യിൽ പണമില്ല. ലോകത്തുള്ള സർവ്വജനങ്ങളും ഓടി വരികയാണ്. എല്ലാ ആളുകളും അങ്ങോട്ട് ഓടുമ്പോ, അല്ലയോ മുഅ്മിനേ, മുഅ്മിനത്തെ, നിങ്ങൾ ദുനിയാവിൽ സ്വർണത്തിന് വ്യാമോഹം വെച്ചതുപോലെ അവിടേക്ക് നിങ്ങൾ ഓടരുതേ, ഓടരുതേ. അവിടെ വലിയ യുദ്ധം നടക്കുമേ, യുദ്ധം നടക്കുമേ. യുഖതലു 99 ഫിൽ മിആ. 100-ൽ 99% ആളുകളും വധിക്കപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സാറേ, 1% ബാക്കിയുണ്ടല്ലോ. 99 പറഞ്ഞല്ലോ. ആ 1% കാസർഗോഡുള്ള ചാട്ടുംകുഴിയിലുള്ള നമ്മളാണെങ്കിലോ എന്ന് നിന്റെ മനസ്സിൽ വരണ്ട. യഹ്സബു കുല്ലു വാഹിദിൻ മിൻഹും അനല്ലദീ അൻജു ശഫീഉന റസൂലുള്ളാഹി. അങ്ങോട്ട് പോകുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ എന്താ ഉണ്ടാകുക? രക്ഷപ്പെടുന്നത് ഞാനായിരിക്കും. യഹ്സബു കുല്ലു വാഹിദിൻ മിൻഹും അനല്ലദീ അൻജു. പോകുന്ന ഓരോരുത്തരും മനസ്സിൽ കരുതുന്നത് രക്ഷപ്പെടുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞാണ് എല്ലാവരും ഓടുക. പക്ഷേ യുഖ്തലു 99 ഫിൽ മിആ. 100-ൽ 99% ആളുകളും വധിക്കപ്പെടും. നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ആ സമയത്താണ് യക്സുറു സിനാ വയക്സുറു ഔലാദു അസ്സിനാ. വ്യഭിചാരം അധികരിക്കും സഹാബ. വ്യഭിചാരം മാത്രമല്ല, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങളും അധികരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വ്യഭിചാരം മാത്രമല്ല, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങളും മക്കളും അധികരിക്കും. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അങ്ങനത്തെ ഒരു കാലഘട്ടം, അങ്ങനത്തെ ഒരു കാലഘട്ടം. ആ
കാലഘട്ടത്തിലേക്കൊക്കെ എത്തി. കാരണം വ്യഭിചാരം ഇപ്പോൾ തന്നെ നാട്ടിൽ വല്ലാതെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. സദാചാരത്തിന്റെ പേരിൽ ചുംബന സമരങ്ങൾ കേരളക്കരയിൽ നടന്നു. സദാചാരത്തിന്റെ പേരിൽ അവസാനം ഈ സദാചാരത്തിന്റെ പേരിൽ ചുംബന സമരം നടത്തിയതാകുന്ന ആളുകളെ കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോ കേരളക്കര മുഴുവനും എന്നല്ല ലോകം മുഴുവനും ഞെട്ടിക്കുന്നതാകുന്ന സെക്സ് റാക്കറ്റിന്റെ 1-ാം നമ്പർ കണികളാണ്. 1-ാം നമ്പർ സദാചാരത്തിന്റെ ആളുകളാണ്. ശിശുപാലൻ, പശുപാലൻ, എന്റെ ഭാര്യ രശ്മി അവന്റെ അടുക്കല വന്നിട്ട് പറഞ്ഞത്, ഏയ് ഭാര്യ എങ്ങനെയാടേ കാര്യങ്ങളൊക്കെ വല്ലതും നടക്കും? അപ്പൊ പറഞ്ഞു 80,000 രൂപ ആണെങ്കിൽ ഭാര്യ തന്നേക്കാം, റാഹത്താക്കാൻ വേണ്ടി. അവൻ പറഞ്ഞു മറ്റവൻ പറഞ്ഞു, 80,000 ഒന്നും എന്റെ ഇല്ലടാ, 50,000-ത്തിനാണെങ്കിൽ നല്ല പാങ്ങായിരുന്നു, റാഹത്തായിരുന്നു, നടക്കൂ. 50,000-ത്തിനാണെങ്കിൽ നടക്കൂ. സ്വന്തം ഭാര്യയെ മറ്റൊരുത്തം വന്ന് ചോദിക്കാൻ, അപ്പൊ കൊടുക്കുക റാഹത്താക്കാൻ വേണ്ടി. സെക്സ് റാക്കറ്റ് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അവർ രണ്ടുപേരുമാണ് ഇവിടെ കേരളത്തിൽ ഏറ്റവും വലിയ കോരളക്ക സൃഷ്ടിച്ച ചുംബന സമരം തുടങ്ങി വെച്ചത്. നേതൃത്വം അവരായിരുന്നു. അവസാനം പിടികൂടിയപ്പോഴത്തേക്കും കൊച്ചി ഏറ്റവും വലിയ ഞെട്ടിത്തെരിക്കുന്ന രീതിയിൽ കൊച്ചി മുഴുവൻ മാറി. കേരളം മുഴുവൻ വലിയ ചർച്ച ചെയ്യപ്പെട്ടു. ഏറ്റവും വലിയ പെൺവാണിഭ റാക്കറ്റ് അതിന്റെ മെയിൻ ആളുകളാണ്. സ്വന്തം ഭാര്യയെ വെച്ച് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എടാ 50,000-ത്തിനാണ് നടക്കോ എന്ന് മറ്റൊരുത്തൻ ചോദിച്ചപ്പോ 50,000-ത്തിലെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് കൈ കൊടുക്കണം. ഓക്കെ, സ്വന്തം ഭാര്യയുടെ വില പോലും കറക്റ്റ് 80,000-ത്തിനാണെങ്കിൽ തരാന്ന് പറഞ്ഞിട്ട് മറ്റോ വില പേശേടാ 80,000 വേണ്ടടാ, വല്ലവരും ഒക്കെ എടുത്ത് കയറി ഇറങ്ങിയതല്ലേ, ഇനി നമുക്ക് 50,000-ത്തിന് താ എന്ന് പറഞ്ഞപ്പോ ശരി 50,000 റാഹത്തിന് 50,000 രൂപ അക്കൗണ്ട് നമ്പർ അയച്ചു. ഇതാണ് ആളുകൾ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ലോകം പോയ പോക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പോലും മോശപ്പെട്ടതാകുന്ന രീതിയിലേക്ക്, കാമത്തിന്റെ കേളിയിലേക്ക് സ്വന്തം ഭാര്യയെ പോലും കൊണ്ടെത്തിക്കുന്ന രീതിയിൽ കേരളക്കര മാറിയില്ലേ? ആരാണ് ഇവിടെ കുറ്റക്കാര്? ഉലമാക്കളാണോ? പണ്ഡിതന്മാരാണോ? സമസ്തയുടെ ഉലമാക്കളാണോ? ആരാണ് ഇവിടെ കുറ്റക്കാർ? ചിന്തിച്ചു നോക്ക്, എവിടെ എത്തിപ്പോയി കേരളം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തിയില്ലയോ, അദ്ദുനിയാ കുല്ലുഹാ മതാ വഖൈറു മതാഇ ദുനിയാ അൽ മർഅതു സാലിഹാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തിയില്ലയോ, സഹാബത്തെ ലോകത്ത് മുഴുവനും നിങ്ങൾക്ക് ആസ്വാദ വസ്തുക്കളാ. ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളും നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാ, വഖൈറു മതാഇ ദുനിയാ അൽ മർഅതു സാലിഹാ. ഈ ലോകത്ത് ഏറ്റവും വലിയ ആസ്വാദ വസ്തു ഏതെന്നറിയുമോ? അത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനം ഒന്ന് പഠിക്കണേ മുസ്ലിമേ, പഠിക്കണേ അവിശ്വാസികളെ. ഞങ്ങളുടെ നേതാവിന്റെ അധ്യാപനമാണ്, ലോകത്തിന്റെ നായകന്റെ അധ്യാപനമാണ്. ആ പ്രവാചകന്റെ അധ്യാപനം പഠിക്കുന്ന ഒരു മുസ്ലിം മോശപ്പെട്ട തലത്തിലേക്ക് ചിന്തിക്കുമോ? ആ റസൂലുള്ളാഹിന്റെ അധ്യാപനം ഹൃദയത്തിലേറ്റണേ. സ്വന്തം ഭാര്യയെ പോലും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുന്ന നിലയ്ക്ക് ഈ കേരളക്കരയിലെ ചെറുപ്പക്കാര് മാറിയില്ലയോ? സ്വന്തം ഭാര്യയെ പോലും വ്യഭിചാരശാലകളിലേക്ക് ഫസ്റ്റായിട്ട് കൊണ്ടെത്തിക്കുന്ന ആളുകള് മുസ്ലിം സഹോദരങ്ങളിൽ ആളുകൾ കടന്നു വന്നില്ലയോ? ഹബീബായ നബി തങ്ങളെ പറയുകയാണ്, ഈ ഭൗതിക ലോകത്ത് നീ ഒരുമിച്ച് കൂട്ടുന്ന അമ്പര ചുമ്മികളായ മണിമേടകളില്ലയോ, മാളിക സൗധങ്ങളില്ലയോ, ഫ്ളാറ്റുകളില്ലയോ, നിന്റെ കാറുകളില്ലയോ, അതിനേക്കാളെല്ലാം തന്നെ ഏറ്റവും വലിയ ആസ്വാദ വസ്തു അത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. സ്വന്തം ഭാര്യയാണ് ഏറ്റവും വലിയ ആസ്വാദ വസ്തു. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ആ ഭാര്യ വിറ്റിട്ട് BMW കാർ വാങ്ങുന്നു, മെഴ്സിഡസ് ബെൻസ് വാങ്ങുന്നു, ഫ്ലാറ്റ് വാങ്ങുന്നു. എത്ര പൊട്ടനാണ് അവൻ! ലോകം കണ്ട ഏറ്റവും വലിയ പൊട്ടൻ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. 7000-ലധികം കാറുകളുള്ള ആളുകൾ വരെ ലോകത്തുണ്ട്. അറിയോ നിങ്ങൾക്ക്? 7000-ലധികം ആഡംബര കാറ് സ്വന്തമായിട്ടുള്ള ആള്. യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഹസനുൽ ബുൽക്കിയ എന്നാണ് ഓപ്പറ പേര്. എന്താണ് പേര്? ഹസനുൽ ബുൽക്കിയ. സൂപ്പർ പേരല്ലേ? മക്കൾക്കിടാ കേട്ടാ. ഇത് കേട്ടു വെച്ചാൽ ഉടനെ വാപ്പ എഴുതി വെക്കും. എങ്ങനെയെങ്കിലും മൂത്ത മോനും പേരില്ലാതിരിക്കുന്നത്. നല്ല പേര്, ഇതുവരെ കേൾക്കാത്ത നല്ല പാങ്ങ് പേര്, ഹസനുൽ ബുൽക്കിയ.
ബ്രൂണയിലെ രാജാവാണ്. 7000-ലധികം കാർ. മൂപ്പരുടെ കയ്യിലുള്ളത് നമ്മുടെ ഇരിക്കുന്ന ഇന്നോവ ക്രിസ്റ്റ പോലത്തെ ലോക്കൽ കാറൊന്നും അല്ല. നമുക്കതാണ് ഏറ്റവും വലിയ കാർ, കാസർഗോഡ് കാർ അല്ലേ. നമ്മൾ ഇന്നോവ ക്രിസ്റ്റ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇന്നോവ കൊണ്ട് വിറ്റിട്ട് എല്ലാവരും ഇന്നോവ ക്രിസ്റ്റ പിടിച്ച്, പുതിയത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പുതിയതിലേക്ക് പോവാണ്. പിന്നെ ജാഗ്വാറാന്നും പറഞ്ഞ് വേറെ വണ്ടി കൊണ്ടുവന്നിട്ട് പൂശി ഇറക്കിയ കൗമ്പ് ഇവിടെ ഉണ്ട് അല്ലേ. ഇത് മൂപ്പരുടെ കയ്യിൽ ഇരിക്കുന്ന ഏറ്റവും ലോക്കൽ വണ്ടി മെഴ്സിഡസ്, ബെൻസ്, ജാഗ്വാർ, ഫെറാരി ഇങ്ങനെ തുടങ്ങിയ ലോക്കൽ ചെറിയ ചെറിയ വണ്ടികൾ. എത്ര വണ്ടിയുണ്ട്? 7000 വണ്ടി. ഇങ്ങനത്തെ ആളുകൾ ഇവിടെ ലോകത്തുണ്ട്. അതറിയാൻ വേണ്ടി പിള്ളേർ അറിഞ്ഞിരിക്കട്ടെ. ചില പിള്ളേർക്ക് വണ്ടി എന്ന് കേൾക്കുമ്പോൾ വലിയ ഭ്രാന്താണ്. അവർ മനസ്സിലാക്കും നാളെ മോന് മൂപ്പർക്ക് ഒരു ഫാത്തി പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു കാറെങ്കിലും കിട്ടും കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞാൽ ഈ പിള്ളേർ ഇത് കേട്ടിട്ട് നാളെ മുതൽ കുത്തിയിരുന്നിട്ട് ഹസനുൽ ബുൽക്കിയ ഇലാഹുദറത്തി ഹസനുൽ ബുൽക്കിയ ഫാത്തിഹ എന്ന് പറഞ്ഞിരിക്കും. ഞാൻ വെറുതെ പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചതെന്താണ്, 7000-ഓളം ആഡംബര കാറുള്ള ആളുകൾ ഇപ്പോഴും ലോകത്തുണ്ട്. മനസ്സിലാക്കി. അതിൽ ഏറ്റവും ലോക്കൽ കാറാണ് പറഞ്ഞത് ബെൻസ്. അവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങി കോടികളുടെ കണക്ക് മുതൽ അങ്ങോട്ട് തുടങ്ങി 7000. ഒരു വണ്ടിക്ക് 1 കോടി വെച്ച് കൂട്ടി എത്ര കോടിയായി? ഏറ്റവും കുറഞ്ഞതാണ് പറഞ്ഞത്. ഒരു വണ്ടിക്ക് 1 കോടി വെച്ച് കൂട്ടിയാൽ തന്നെ അത്രയല്ല, 3-4 കോടിയാണ് ഓരോ വണ്ടിക്ക്. ഒരു വണ്ടിക്ക് കൂട്ടിയാൽ തന്നെ 7000 കോടിയുടെ ആസ്തി അയാൾക്ക്. ചിന്തിച്ചു നോക്ക്. ഇനി ഏറ്റവും പുറകിൽ കിടക്കുന്ന വണ്ടി ഒന്ന് ബാക്കിൽ നിന്ന് ഇറക്കി ഫ്രണ്ടിൽ മൂപ്പർക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും. പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ സ്ഥലത്ത് നിന്ന് ഏറ്റവും ബാക്കിൽ കിടക്കുന്ന വണ്ടി ഒന്ന് ഫ്രണ്ടിൽ എത്തിച്ച് മൂപ്പർക്ക് അതിൽ സഞ്ചരിക്കണമെന്ന് മൂപ്പര് നിയത്ത് വെച്ചാൽ 1.5 മണിക്കൂർ സമയം എടുക്കും. കാരണം അവിടുന്ന് ഇറക്കി ഇത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത്രയും ടൈം എടുക്കും. അതിനുവേണ്ടി 10-50 പേർ ആൾക്കാരെ നിർത്തിയിരിക്കുകയാണ്. ഡെയിലി സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് എണ്ണയുണ്ടോ നോക്കി ചെക്ക് ചെയ്ത്. ഇതെല്ലാം ബുള്ളറ്റ് പ്രൂഫ് വണ്ടികളുമാണ്. എല്ലാം എടുത്തിട്ട് വീണ്ടും അതിനടുത്തിട്ട് ലക്ഷങ്ങൾ കോടികൾ മുളയ്ക്ക് അതിനകത്തെല്ലാം ചെലവഴിച്ചിരിക്കുകയാണ്. മൂപ്പര് സഞ്ചരിച്ച ഒരു വെടി വെച്ചാൽ പോലും ഏൽക്കൂല. അങ്ങനത്തെ വണ്ടികൾ, ഇങ്ങനത്തെ ആളുകൾ ലോകത്ത് ജീവിക്കുന്നുണ്ട്. മനസ്സിലായിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് ഓർമ്മപ്പെടുത്തിയത്. ഈ ലോകം മുഴുവനും സാമ്പത്തികപരമായ പ്രയാസത്തിലേക്ക്, ഞെരുക്കത്തിലേക്ക് പോകുമേ. ആ സമയത്ത് നീ മുറുകെ പിടിക്കേണ്ടത് അൽ ഇഖ്തിസാദു ഫിൽ മഈഷ. നീ മിതത്വം പാലിക്കണം. നീ മിതത്വം പാലിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലോകത്ത് മുഴുവനും വ്യഭിചാരശാലകൾ അധികരിക്കും. ഹബീബ് റസൂലുള്ളാഹി വിചാരം അധികരിക്കും. സ്വന്തം ഭാര്യയെ കൊണ്ട് വിൽക്കുക, സ്വന്തം മക്കളെ കൊണ്ട് വിൽക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വന്തം മക്കളെ കൊണ്ടുപോയി വിൽക്കും. ആ രീതിയിൽ ദാരിദ്ര്യത്തിന്റെ പ്രഥമ കാഷ്ടം കുടുംബത്തിലുണ്ടാകും. ഹബീബ് റസൂലുള്ളാഹി അവന്റെ ബീജത്തിലൂടെ ജനിച്ചു വളർന്ന കൊച്ചു പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് പ്രായപൂർത്തി എത്താത്തതാകുന്ന കുട്ടികളെ കൊണ്ടുപോയി കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കും. എന്നിട്ട് അവൻ പറയും, ഒരു നേരത്തെ ആഹാരം എനിക്ക് തന്നാൽ മതി എന്ന് പറയും. വാപ്പ പറയും. അങ്ങനത്തെ ഒരവസ്ഥ എത്തുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു നമ്മുടെ മക്കളെ, നമ്മളെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തഖൂമുസ്സആ ലാ തഖൂമുസ്സആ ഹത്താ ഇന്നർ റജുൽ ലയഅശൽ മർആ ഹത്താ ഇന്നർ റജുല ലയഅതി ബിജാരിയതിൽ ഹസനാഇ ഇല സൂഖ് ഫയഖൂൽ മൻ യശ്തരിഹാ ബിവസ്നിഹാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തഖൂമുസ്സആ, ലോകാവസാനം ഉണ്ടാവുകയില്ല സാബത്തെ. ഈ ലോകം അവസാനിക്കുകയില്ല സാബത്തെ. ഹത്താ ഇന്നർ റജുല, ഒരു മനുഷ്യൻ ലയഅതി ബിജാരിയതിൽ ഹസനാ, അവന്റെ പ്രിയപ്പെട്ട സുന്ദരിയാകുന്ന മക്കളെ, അവന്റെ ബീജത്തിൽ ജനിച്ചു വളർന്നതാകുന്ന മക്കളെ, പെൺമക്കളെ കൊണ്ടുപോയി കമ്പോളത്തിലേക്ക് എത്തുമത്രേ. ഫയഅതീന സൂഖ്, കമ്പോളത്തിലേക്ക് കൊണ്ടുവന്ന് ഫയഖൂൽ, അവൻ ഒച്ചത്തിൽ വിളിച്ചു പറയുമത്രേ, മയ്യസ്തരിഹാ ബിവസ്നിഹാ തആമാ, എന്റെ ഈ മകളെ നിങ്ങൾക്ക് ഞാൻ നൽകാം. അവളുടെ തൂക്കത്തിന് പകരമായിട്ട്, അവളുടെ പൂക്കത്തിന് പകരമായിട്ട് എനിക്കൽപ്പം ഗോതമ്പ് നൽകണേ, അരി നൽകണേ എന്ന് വാപ്പ പറയുന്ന കാലഘട്ടം കാണാതെ ലോകാവസാനം ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. الرجل ليأتي بجارية الحسناء إلى السوق فيقول من يشتريها بوزنها طعاما.
കൊണ്ടുപോയി പരസ്യമായി കമ്പോളത്തിൽ വെച്ചുകൊണ്ട് വിലപേശൽ നടത്തുകയാണ്. വാപ്പ, എന്റെ ഈ മകളെ നിങ്ങൾക്ക് ഞാൻ നൽകാം, ഇവളുടെ തൂക്കത്തിന് സമാനമായിട്ട് എനിക്ക് അരി തന്നാ മതി, എനിക്ക് ഗോതമ്പ് തന്നാ മതി എന്ന് പറയുന്ന അവസ്ഥ ലോകത്ത് കാണാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തിയത്, ഈ ലോകത്ത് ഏറ്റവും അവസാനമായിട്ടുണ്ടാവുക സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരാ, സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരായിരിക്കും അത്രേ. ലാ തഖൂമുസ്സആ ലാ തഖൂമുസ്സആ ഇല്ലാ അലാ ശറാരിൽ ഖൽഖ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബത്തെ ലോകാവസാനം ഉണ്ടാവുകയില്ല സാബ, ഈ ലോകം അവസാനിക്കുകയില്ല സാബ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇല്ലാ അലാ ശറാരിൽ സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരുടെ മേലല്ലാതെ ലോകം അവസാനം ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ മുഅ്മിനീങ്ങളുടെ മേൽ അതിനു മുമ്പ് നല്ല ഒരു ശുദ്ധമായ കാറ്റിനെ അല്ലാഹു പറഞ്ഞേക്കും. ആ ശുദ്ധമായ കാറ്റ് ഏതൊക്കെ മുഅ്മിനീങ്ങൾക്ക് വന്ന് തലോടുന്നുണ്ടോ അവരൊക്കെ മരണത്തിലേക്ക് വഴുതി വീഴും. നബി മുഹമ്മദ് റസൂലുള്ളാഹി. പിന്നെ ആര് മാത്രം ഉണ്ടാവുള്ളൂ? മോശപ്പെട്ട ആളുകൾ മാത്രമാണ് ബാക്കി ഉണ്ടാകുക. മുഅ്മിനീങ്ങൾ മുഅ്മിനത്തുകളുടെ മേൽ ഒരു കാറ്റിനെ അല്ലാഹു പറഞ്ഞേക്കും ഈ ലോകത്തിന്റെ അവസാനം. ആ കാറ്റ് വന്ന് മുഅ്മിനീങ്ങളുടെ മേൽ വന്ന് തലോടി അവരൊക്കെ മരണപ്പെട്ടതിന് ശേഷം പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ഏറ്റവും ബാക്കിയാകുന്നത് സൃഷ്ടികൾ മോശപ്പെട്ടവരാണ്, അവർക്കാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക. ആ ഒരു കാലഘട്ടത്തിലേക്ക് പോവാൻ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുന്നു. വ്യഭിചാരം അധികരിച്ചില്ലേ? ചെറുതായിട്ടാണോ? നബിതങ്ങൾ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയ എന്താ? ഹദീസ് ഓതാൻ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ വേറെ വിഷയം കൊണ്ട് വിട്ടുപോകുന്നുണ്ട്. മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന് മുമ്പുള്ള അടയാളങ്ങളെ പറ്റി, വ്യക്തമായ ചില അടയാളങ്ങളെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വ്യഭിചാരം വല്ലാതെ അധികരിക്കും. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ അന്യവരാകുന്ന പെണ്ണിനെ ഹറാമായി നോക്കിയാൽ അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. നമ്മുടെ കൈ കൊണ്ട് അന്യ പെണ്ണിലേക്ക് മോശപ്പെട്ട രീതിയിൽ നമ്മൾ കൈകൊണ്ട് പിടിച്ചാൽ അത് കൈയുടെ വ്യഭിചാരമാണ്. കാലുകൊണ്ട് അശ്ലീല പടം ഇന്നവന്റെ വീട്ടിൽ അവന്റെ കൂട്ടുകാർ കൂടി ഇരുന്ന് കാണുന്നുണ്ട്, പോയി കണ്ടേക്കാം, നല്ല പാങ്ങുണ്ടെന്ന് കരുതി എങ്ങോട്ട് പോയാൽ നിന്റെ കാലിന്റെ വ്യഭിചാരമാണ്. മനസ്സിലാകുന്നുണ്ടോ? അതൊക്കെയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ശാരീരിക ബന്ധം ജനനേന്ദ്രിയങ്ങൾ തമ്മിലുള്ള കണക്ഷനിലൂടെ മാത്രമേ വ്യഭിചാരമുള്ളൂ എന്ന് ചെറുപ്പക്കാർ സഹോദര സഹോദരിമാരെ കരുതിയിട്ടുണ്ട് എങ്കിൽ തെറ്റി. അതിലൂടെ മാത്രമല്ല വ്യഭിചാരം. قال رسول الله صلى الله عليه وسلم, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, അൽഐനാനി തസ്നിയാൻ അൽഐനാനി തസ്നിയാൻ ഫസിനാഹുമാ അന്നദറു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ, രണ്ട് കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട് സാബാ, രണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് സാബാ. അന്യരാകുന്ന പെണ്ണിനെ ഒരു പുരുഷൻ നോക്കിയാൽ അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. അന്യ പുരുഷനെ ഒരു പെണ്ണ് വിചാരത്തോട് നോക്കിയാൽ അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. പാതിരാത്രി സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഉപ്പ വാതിന് പോകുമ്പോ, തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വാതിന് പോകുമ്പോ, എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന പെൺമക്കളില്ലയോ, അവരതാ കണ്ണുകൊണ്ട് മോശപ്പെട്ട അശ്ലീലമാകുന്ന പടങ്ങൾ കാണുകയാണെങ്കിൽ അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. അൽഐനാനി തസ്നിയാൻ. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, രണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് സാബത്തെ. ഫസിനാഹുമാ അന്നദറു. രണ്ട് കണ്ണുകളുടെ വ്യഭിചാരം ഹറാമിലേക്ക് നോക്കലാണ്, ഹറാമ് കാണലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്രയോ ചെറുപ്പക്കാരാണ് ജിയോ സിം ഇറങ്ങിയത് മുതൽ പാതിരാത്രി സമയത്ത് അശ്ലീലമാകുന്ന ലോകത്തേക്ക് തന്റെ കണ്ണുകളെ കൊണ്ടുപോയവരില്ലയോ? എത്രയോ ചെറുപ്പക്കാരികളാണ്, എത്രയോ സഹോദരിമാരാണ്. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മൻ നളറ ഇലാ ഇംറാത്തിൻ നളറത ഹറാം ഹശല്ലാഹ്
ബിമസാമീരിൻ മിന്നാർ. അല്ലയോ ചട്ടുംകുഴിയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 18 കഴിഞ്ഞ പ്രിയപ്പെട്ട പെങ്ങളെ പഠിച്ചു വെക്കണേ. കുമ്മനം ഉസ്താദ് സ്നേഹത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബി തങ്ങളുടെ അധ്യാപനമാണ്. ഉൾക്കൊള്ളണേ, പഠിക്കണേ, മനസ്സിലാക്കണേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മന്നളറ ഇലംറഅത്തിൻ നളറത ഹറാം. അന്യ പെണ്ണിലേക്ക് ഹറാമായ നോട്ടം നീ നോക്കിയിട്ടുണ്ടോ? അത് നിന്റെ കൂട്ടുകാരികളുടെ നീ മോശപ്പെട്ട രീതിയിൽ അവളുമായിട്ടുള്ള കണക്ഷന് വേണ്ടി നീ സിസ്ബായ്ക്കുള്ള ചെറുപ്പക്കാരൻ 350 ബുള്ളറ്റ് എടുത്തുകൊണ്ട് പെൺകുട്ടികളുടെ പുന്നെ പരക്കം പായുന്നവരില്ലയോ? നിന്റെ സമയങ്ങൾ പാതിരാത്രി സമയത്ത് അവരുമായിട്ടുള്ള ഫോൺ കോൾ മുഖേന നീ വെച്ചില്ലയോ? അവരുമായിട്ടുള്ള ചാറ്റിങ്ങിന് വേണ്ടി നിന്റെ സമയത്തെ നീ ചെലവഴിച്ചില്ലയോ? പാതിരാത്രി സമയത്ത് തന്നെ പ്രിയപ്പെട്ട മകളുമായി എത്രയെത്ര ചെറുപ്പക്കാരാണ്, സഹോദരങ്ങളാണ് മോശപ്പെട്ട രീതിയിൽ ബന്ധപ്പെടുന്നത്. മാതാപിതാക്കളെ ശ്രദ്ധിക്കണേ. നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോള് മോശപ്പെട്ട തരത്തിലേക്ക് പോയില്ലയോ? അന്യരാകുന്ന ചെറുപ്പക്കാരനുമായി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോള് മോശപ്പെട്ട ബന്ധം സ്ഥാപിച്ചില്ലയോ? കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉപ്പ, കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ പഠിച്ചു വെക്കണേ. ബാംഗ്ലൂരിന്റെ മണ്ണിലേക്കും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി നമ്മളെ പറഞ്ഞേക്കുമ്പോ സ്വന്തം ശരീരത്തെ ആർഭാട തുന്തിരമാകുന്ന ജീവിതം നയിക്കാൻ വേണ്ടി വിറ്റ് തുലയ്ക്കുന്നതാകുന്ന മുസ്ലിം അംഗമാര് എത്രയാ. നഊദു ബില്ലാഹ്. അല്ലാഹുവേ, പടച്ചറബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ, ഞങ്ങളുടെ ഭാര്യമാരെ, സഹോദരിമാരെ നീ കാക്കണേ അല്ലാ, നീ കാത്തിരക്ഷിക്കണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പാതിരാത്രി സമയത്ത് അന്യ പെണ്ണിന്റെ ശരീരഭാഷയിലേക്ക്, അവരുടെ നഗ്നതയിലേക്ക്, പകൽ സമയത്താകട്ടെ പാതിരാത്രിയാകട്ടെ, ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് നീ ഹറാമായ നോട്ടം നോക്കിയാ ഹശല്ലാഹു ഐനൈഹി ബിമസാമീരിൻ മിന്നാർ. നാളെ മഹ്ശറ പരസഭയിൽ സർവരും വിറങ്ങലിക്കുന്ന കോടതിയിൽ കത്തിച്ചരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് കത്തിയാളുന്ന നരകത്തെ നിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ അല്ലാഹു സബാനിയാക്കളാകുന്ന മലക്കുകൾ മുഖേന നിന്റെ 2 കണ്ണുകളിലേക്കും നരകത്തിന്റെ തീജ്വാലകൾ നിറച്ചു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ആദരിക്കട്ടെ. പാതിരാത്രി സമയത്ത് അശ്ലീലതയുടെ ലോകത്തേക്ക് കണ്ടുകൊണ്ടുപോയതായ സഹോദര സഹോദരിമാര് ഈ സദസ്സിലുണ്ടെങ്കിൽ തൗബ ചെയ്യട്ടെ. തൗബ ചെയ്ത് മടങ്ങണം. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കട്ടെ. ഉറക്കാമീൻ പറയും മുഅ്മിനീങ്ങൾ, അല്ലാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കട്ടെ. ആരാ തെറ്റ് ചെയ്യാത്തവര്? കുല്ലു ബിനി ആദമ ഖത്താഉൻ സദഖ റസൂലുള്ളാഹി. ആദം സന്തതികളൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റുകാരാണ് നമ്മൾ. അറിയാതെ അന്യ പെണ്ണിലേക്ക് നോക്കി പോയിട്ടുണ്ടാകും, വികാര വിചാരത്തോടുകൂടി നോക്കിയിട്ടുണ്ടാകും. അന്യ പുരുഷനിലേക്ക് സഹോദരി നീ നോക്കിയിട്ടുണ്ടാകും, വികാരം നിനക്കുണ്ടായിട്ടുണ്ടാകും. നീ തൗബ ചെയ്യണം. ഈ സദസ്സിൽ വെച്ച് നീ തൗബ ചെയ്യണം. നല്ല മാസം, നല്ല പുണ്യമാക്കപ്പെട്ട മാസം റജബ് മാസം. തൗബ ചെയ്യുന്ന അല്ലാഹു സ്വീകരിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു പെണ്ണിലേക്ക് നീ ഹറാമിന്റെ നോട്ടം നോക്കിയാൽ നാളെ മഹ്ശറയിൽ നിന്റെ കണ്ണിൽ നരകത്തിന്റെ തീജ്വാലകൾ കൊണ്ട് അല്ലാഹു നിറയ്ക്കും. നഊദു ബില്ലാഹ്. അല്ലാഹു ആക്കട്ടെ. രാത്രിയിൽ അശ്ലീല പടം കാണുന്നവരില്ലേ? സിനിമയുടെ ലോകത്തേക്ക് കണ്ടുകൊണ്ടുപോകുന്നവരില്ലേ? കോടികളുടെ കഥ പറഞ്ഞുകൊണ്ട് പടങ്ങൾ ഇറങ്ങുമ്പോ ആ പടങ്ങളിലേക്ക് റിലീസിന്റെ പടങ്ങൾ കാണാൻ വേണ്ടി ചെറുപ്പക്കാര് കൂലം കുത്തിക്കൊണ്ട് മുസ്ലിം സഹോദരങ്ങൾ ഇറങ്ങിപ്പോകുന്നില്ലേ? ചിന്തിച്ചു നോക്ക്. 16 ദിവസം കൊണ്ട് 50 കോടി, ഇല്ലെങ്കിൽ 20 ദിവസം കൊണ്ട് 55 കോടി എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾ ചാടി എഴുന്നേറ്റ് കുടുംബസമേതം പടത്തിന് വേണ്ടി പോകുന്നില്ലേ? നാളെ പടച്ചറബിന്റെ ദർബാറിൽ നിന്റെ കണ്ണിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ തീജ്വാലകൾ കൊണ്ട് നിറയ്ക്കും. നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ആക്കട്ടെ. മറ്റൊരു റിവായത്തിൽ കാണുന്നു, നരകത്തിലെത്തുമ്പോഴത്തേക്കും കണ്ണിൽ നരകത്തിലിട്ട് പഴുപ്പിച്ചതാകുന്ന ആണി കൊണ്ട് കണ്ണിൽ സുറുമയിട്ട് കൊടുക്കും നബി മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു ആദരിക്കട്ടെ. ദുനിയാവിൽ സുറുമ ഇട്ടിട്ടുണ്ടാവും, നല്ല എരിവും പുളിയൊക്കെ ഉണ്ടാവും ഇല്ലേ? അങ്ങനത്തെ അശ്റയിലെത്തുമ്പോ നരകത്തിലിട്ട് പഴുപ്പിച്ച് ആണി വെച്ചിട്ട് നിന്റെ കണ്ണ് പിടിച്ച് തുറന്നിട്ട് അങ്ങോട്ട് വെച്ച് തരും.
എന്താ കാരണം? ദുനിയാവിൽ പടച്ച റബ്ബ് ഹറാമാക്കിയതിന് നീ കണ്ടില്ലേ? അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നീ നോക്കിയില്ലേ? അവരുടെ ഗുഹ്യസ്ഥാനം പാതിരാത്രി സമയത്ത് കണ്ടുകൊണ്ട് നീ രസിച്ചില്ലേ? അന്യ പുരുഷന്റേതാകുന്ന ലൈംഗിക അവയവം കണ്ടുകൊണ്ട് പെണ്ണ് നിന്റെ രാത്രിയെ നീ സജീവമാക്കിയില്ലേ? തൊട്ടപ്പുറത്ത് നിന്റെ പ്രിയപ്പെട്ട ഉപ്പകിടപ്പുണ്ട്, നിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, നിന്റെ മാതാപിതാക്കളുണ്ട്, നിന്റെ ബന്ധുമിത്രാദികളുണ്ട്. അവരെ ആരെയും നീ വകവെച്ചില്ല. അതിനേക്കാൾ ഉപരി ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബ് നിന്നെ വലയം ചെയ്ത് കാണുന്നുണ്ട് എന്നുള്ള വാർത്ത നീ ശ്രദ്ധിച്ചില്ല. റബ്ബിനെ പോലും നീ മറന്ന് നീ പ്രവർത്തിച്ചു. അതിനുള്ള ശിക്ഷയാണ് നാളെ അല്ലാഹു നൽകുന്നത്. അതെ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത്ര വലിയ ശിക്ഷകളുണ്ട് എന്ന്. നീ തൗബ ചെയ്യും, നീ തൗബ ചെയ്യും. നിന്റെ മുന്നിൽ തൗബയുടെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്ത് തൗബ തുറക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വല്യദാനി തസ്നിയാ ഫസിനാഹുമാ അൽബത്ശൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, സ്വഹാബത്തെ സ്വഹാബത്തെ, രണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുള്ളതുപോലെ രണ്ട് കൈകൾക്ക് വ്യഭിചാരമുണ്ട്. സ്വഹാബാ ഫസിനാഹുമാ അൽബത്ശൂ. അന്യരാകുന്ന സ്ത്രീകളുടെ ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് നീ കടന്നു പിടിക്കലാണ് നിന്റെ കൈയുടെ വ്യഭിചാരമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്കൂളിൽ പഠിക്കുന്ന പെണ്ണ് നിന്റെ കൂട്ടുകാരി വികാര വിചാരത്തോടുകൂടി അവരുടെ കൈയിലേക്ക് നീ കൈയമർത്തിയാൽ, കൈ കൊടുക്കുമ്പോ ഷേക്കാൻ കൊടുക്കണം, അന്യ പെണ്ണുമായിട്ട് ഷേക്കാൻ കൊടുക്കുക. ചിലര് ഡീല് നടത്തുന്നത് നോ ഓർ ഡീൽ നോ ഡീൽ അല്ലെ, ഡീൽ ഓർ നോ ഡീൽ നടത്തുന്നത് എങ്ങനെയാണ്? അന്യ പെണ്ണുങ്ങളുടെ കൈ കൊടുത്തി. സ്വന്തം ഭർത്താവ് വലിയ ബിസിനസ്സുകാരനാണ്. ഭർത്താവിന്റെ മുന്നിൽ ഭാര്യ, പാവപ്പെട്ട പക്വനിധിയാകുന്ന വിവേകമുള്ള ഭാര്യ, പർദ്ദയിട്ട് വീടിന്റെ അകത്തിറങ്ങിൽ കഴിഞ്ഞിരുന്ന പാവപ്പെട്ട ഭാര്യയെ അണിയിച്ചൊരുക്കി മുഖമൊക്കെ മാറ്റി തുണിയൊക്കെ മാറ്റി അവളെ വേറൊരു കോലത്തിലാക്കിയിട്ട് പാശ്ചാത്യ രീതി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. എവിടെ? തന്റെ ബിസിനസ് ഡീലറുടെ മുന്നിൽ. എന്നിട്ട് സ്വന്തം ഭാര്യയുടെ കൈ മറ്റൊരുത്തനെ കൊണ്ട് അന്യ പുരുഷന്റെ മുന്നിൽ കൊടുപ്പിക്കാൻ ആളുകൾ. അതിലേക്ക് പോവാണ് സംസ്കാരം. അല്ലാഹു കാത്തിരക്ഷിക്കണം. ഇതാണ് സംസ്കാരം, ഇതാണ് സംസ്കാരം. ഉടുതുണി അഴിച്ചിട്ടിട്ട് എന്ത് സംസ്കാരം? നിന്റെ ജീവിതത്തിലേക്ക് ആ സമ്പത്ത് കിട്ടിയിട്ട് എന്ത് പ്രയോജനം? എന്ത് പ്രയോജനം? നിന്റെ ഭാര്യ അർദ്ധനഗ്നിയാക്കിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ബിസിനസ് ഡീല് നടത്തി അതിലൂടെ കിട്ടുന്ന കോടികൾ കൊണ്ട് നീ എന്ത് സമ്പാദിച്ചിട്ട് എന്ത് കാര്യം? നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ പരലോകം നിനക്കുണ്ടോ? മഹ്ശർ നിനക്കുണ്ടോ? പരലോകത്ത് നീ രക്ഷപ്പെടുമോ? ഈ ദുനിയാവിനെ നീ കോടികൾ സമ്പാദിച്ചിട്ടുണ്ടാകും. വല്ലാഹി സുമ്മ വല്ലാഹി, അല്ലാഹുവിന്റെ കോടതിയിൽ നിനക്കതുകൊണ്ട് രക്ഷയില്ല, രക്ഷയില്ല. ഇവിടെ ഭാര്യയെ കൊണ്ടുവന്നിട്ട് മറ്റുള്ളവരുടെ കൈക്ക് പിടിച്ച് റാഹത്ത്, നല്ല കൈയൊക്കെ കൊടുത്ത് ഓനിങ്ങനെ ചൊറിഞ്ഞൊക്കെ നോക്കുന്ന റാഹത്ത്, ഒരു കുഴപ്പമില്ല. ഒക്കെയാണ് ആളുകൾ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മുസ്ലിം സമുദായം എവിടെ എത്തിപ്പോയി? ദീൻ പോയില്ലേ, ദീൻ പോയില്ലേ. അവന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇന്ന് വരെ മറ്റൊരു പരപുരുഷന്റെ മുന്നിൽ മുഖം മറയ്ക്കാതെ, മുഖം മറച്ചുകൊണ്ട് അവന്റെ മുന്നിൽ വരാതെ, മറ്റുള്ള പരപുരുഷന്മാരുടെ മുന്നിൽ വരാതെ കാത് സംരക്ഷിച്ചു കൊണ്ടിരുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖകമലം മറ്റുള്ളവരുടെ മുന്നിൽ തുറന്ന് കാണിക്കേണ്ട അവസ്ഥ അവൻ വരുത്തിയില്ലേ, ഭർത്താവ് വരുത്തിയില്ലേ. എന്തിന്റെ പേരിൽ? ബിസിനസിന്റെ പേരിൽ. എവിടെ എത്തിപ്പോയി? അവരുമായി കൈ കൊടുക്കുന്നു, അവരുമായി കെട്ടിപ്പിടിക്കുന്നു. മുസാഫഹത്ത് മുആനഖത്ത്, ബാബുൽ മുസാഫഹത്ത് വൽ മുആനഖ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എവിടെ എത്തിപ്പോയി? എവിടെ എത്തിപ്പോയി സമുദായം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, അന്നമൻ വളഅ യദഹു അൽമറഅ ലാ തഹില്ലു ലഹു ബിശഹ്വ ജാഅ യൗമൽ ഖിയാമ, ജാഅ യൗമൽ ഖിയാമ വയദുഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ പ്രിയപ്പെട്ട ചട്ടുംകുഴിയിലുള്ള ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിന്റെ ജീവിതത്തിൽ അറിയാതെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അന്യരാകുന്ന പെണ്ണിന്റെ ശരീരത്തിലേക്ക് നിന്റെ കരതമലം അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഹറാമായ
പെണ്ണാണ്, അഥവാ ജീവിതത്തിൽ നിനക്ക് ഹലാലായ പെണ്ണല്ല. ലാ തഹില്ലു ലഹു ബിശഹ്വാ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിനക്ക് വീട്ടിലുണ്ട്. ആ ഭാര്യയുടെ ശരീരത്തിൽ തൊടാതെ നിന്റെ ബിസിനസ്സുകാരുമായി, നിന്റെ കൂട്ടുകാരികളുമായി, നിന്റെ നാട്ടുകാരികളുമായി, നിന്റെ അയൽവാസികളുമായി, ഏതെങ്കിലും വ്യഭിചാരശാലകളിലുള്ള സ്ത്രീകളുമായി അവളുടെ ശരീരത്തിലേക്ക് അവളുടെ അംഗലാവണ്യം കണ്ടുകൊണ്ട് നീ കരതമലമയർത്തി കഴിഞ്ഞാൽ യൗമൽ ഖിയാമ, അല്ലയോ പ്രിയപ്പെട്ട പെങ്ങളെ, സഹോദരാ, മനസ്സിലാക്കണേ, മനസ്സിലാക്കണേ. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ വയതുഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി, ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് കടന്നു വരുന്നതാകുന്ന മനുഷ്യരുടെ രണ്ട് കരങ്ങളും അല്ലാഹു പിരടിയിലേക്ക് വെച്ച് ബന്ധിച്ചിരിക്കുകയാണ്, ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. എന്തേ കാരണമെന്നറിയുമോ? ജനങ്ങൾ മുഴുവനും വിളിച്ചു പറയുമത്രേ, ഇവൻ ദുനിയാവിൽ വ്യഭിചരിച്ചവനാണ്. അന്യപ്പെണ്ണിന്റെ ശരീരത്തിൽ ഇവൻ തൊട്ടിട്ടുണ്ട്, ഇവൻ സ്പർശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പടച്ചറബ് ഇവന്റെ കൈകളെ ഇവന്റെ പെരടിയിലേക്ക് വെച്ച് ബന്ധിച്ചിരിക്കുന്നത്. കൊച്ചുകുട്ടികൾക്ക് മദ്രസയിൽ പോലും പോകാൻ പറ്റാത്ത കാലഘട്ടത്തിലേക്ക് ഈ കാലഘട്ടത്തിലെ വിവിധ സ്ഥലങ്ങൾ മാറിയില്ലയോ? മദ്രസയിലേക്ക് പോകുന്ന കൊച്ചുകുട്ടികളെ പോലും നാട്ടുകാരാകുന്ന പ്രായപൂർത്തിയെത്തിയതാകുന്ന ആളുകള്, വൃദ്ധരാകുന്ന സഹോദരങ്ങള്, 60-70 വയസ്സുള്ള സഹോദരങ്ങള് മോശപ്പെട്ട രതിക്കരടയ്ക്ക് വരുതി വെച്ചത് കേരളക്കരയിൽ വിവിധ പത്രങ്ങളിലൂടെ നമ്മൾ ദർശിച്ചില്ലയോ? എത്ര മോശപ്പെട്ട പ്രവർത്തനമാണ്. 10 വയസ്സുള്ളതാകുന്ന കുട്ടി, 3 വയസ്സുള്ളതാകുന്ന പൊന്നുമോള് വരെ മോശപ്പെട്ട രീതിയിൽ ലൈംഗികമാകുന്ന വ്യഭിചാരമാകുന്ന തലത്തിലേക്ക് ബലാത്സംഗത്തിനിരയാക്കിക്കൊണ്ട് കുട്ടികളോട് പോലും രതിക്കരട കാണിക്കുന്ന ആളുകൾ ഇന്ന് കേരളക്കരയിൽ ഇല്ലയോ? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വയദുഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി, അവന്റെ രണ്ട് കൈകളും കെട്ടിക്കൊണ്ട് നാളെ മഹ്ശറയിലേക്ക് കടന്നു വരികയാണ്, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് എത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാ, ഫൈന ഖബ്ബലഹാ, ആ പെണ്ണുമായിട്ട് അവൻ ചുംബന സമരത്തിൽ ഏർപ്പെടുകയോ, ആ പെണ്ണുമായിട്ട് ചുംബനത്തിൽ ഏർപ്പെടുകയോ, അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചുകൊണ്ട് ഏതെങ്കിലും ആളുകളിലാകട്ടെ, ഏതെങ്കിലും പാർക്കുകളിലാകട്ടെ, വീടിന്റെ അകത്തളങ്ങളിൽ മാതാപിതാക്കൾ വാഴ കേൾക്കാൻ പോകുന്ന സമയത്താകട്ടെ, വാപ്പയും അമ്മയും അറിയാത്തതാകുന്ന രാവുകളിൽ തന്റെ പ്രിയപ്പെട്ട കാമുകനുമായിട്ട് ചുംബനം ഏർപ്പെടുത്തിയതാകുന്ന സഹോദര സഹോദരി, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖുരിളത് ശഫതാഹു ബിമിഖറളിന്നാർ, കത്തിജ്വലിക്കുന്നതാകുന്ന നരകത്തിൽ വെച്ച് പഴിപ്പിച്ചെടുത്തതാകുന്ന ചൂട് പിടിപ്പിച്ചതാകുന്ന കത്രിക കൊണ്ട് അവർ രണ്ടുപേരുടെയും ചുണ്ടുകളെ അല്ലാഹു വലിച്ചു നീട്ടിയിട്ട് ആ ചുണ്ടുകളെ മുറിച്ചു കളയും അത്രേ സബാനിയാക്കളാകുന്ന മലക്കുകളെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട ചട്ടുംകുടിയിലുള്ള സഹോദരി, 18 വയസ്സുള്ളതാകുന്ന പെണ്ണെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോളെ, നിന്റെ കാമുകനുമായിട്ട് മോശപ്പെട്ട തലത്തിലേക്ക് അത്തരത്തിലുള്ള ഒരു ബന്ധം നീ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നഊദു ബില്ലാഹ്, അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ, നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ, മഹ്ശറയിലേക്ക് എത്തുമ്പോ, ദുനിയാവിൽ വെച്ചുകൊണ്ട് നീ വിചാരത്തോടുകൂടി അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നീ ചുംബിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരാ, ചുംബിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരി, ഖുരിളത് ശഫതാഹു ബിമിഖറളിന്നാർ, മുകളിലത്തെയും താഴത്തെയും ചുണ്ടുകൾ വലിച്ച് പറിച്ചു നീട്ടിയിട്ട് ആ രണ്ട് ചുണ്ടുകളും നരകത്തിൽ വെച്ച് പഴിപ്പിച്ച് ചൂടാക്കിയതാകുന്ന കത്രിക കൊണ്ട് അല്ലാഹു മുറിച്ച് കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫയസന ബിഹാ ഫയസന ബിഹാ, ആ പെണ്ണ
പെണ്ണമായിട്ട് പാതിരാത്രി സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഉപ്പ ഉറങ്ങിപ്പോയ സമയമാണ്, ഉമ്മ ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. കൂട്ടുകാരുറങ്ങിയിട്ടുണ്ട്, നാട്ടുകാരുറങ്ങിയിട്ടുണ്ട്, അയൽവാസികൾ ഉറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട കാമുകനുമായി പറമ്പത്ത് വെച്ചുകൊണ്ടോ, വീടിന്റെ പിന്നാമ്പുറത്ത് വെച്ചുകൊണ്ടോ, അടുക്കളയിൽ വെച്ചുകൊണ്ടോ, ബെഡ്റൂമിൽ വെച്ചുകൊണ്ടോ, പാർക്കിൽ വെച്ചുകൊണ്ടോ, മാളിൽ വെച്ചുകൊണ്ടോ, മോട്ടലിൽ വെച്ചുകൊണ്ടോ, ഹോട്ടലിൽ വെച്ചുകൊണ്ടോ, എവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ആ പെണ്ണുമായിട്ടവൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ദർബാറിൽ പടച്ച റബ്ബിന്റെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് അവന്റെ ഇടതുകാല് റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സാക്ഷ്യം വഹിക്കുകയാണ്. അല്ലാഹുവിനോട് സാക്ഷി നിൽക്കുമത്രേ. അല്ലാഹുവേ അവന്റെ മനുഷ്യന്റെ ഇടതുകാല് റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ ഇടതുകാലിന്റെ തുടയല് റബ്ബിനോട് വിളിച്ചു പറയുമത്രേ, അല്ലാഹുവേ പടച്ച റബ്ബേ, ഇവനാണ് ഇന്ന പെണ്ണുമായി ബന്ധപ്പെട്ടവൻ, ഇവൻ ഇന്ന പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവനാണ് റബ്ബേ, ഞാനതിന് സാക്ഷിയാണെന്ന് അവന്റെ ഇടതുകാല് സാക്ഷ്യം നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇടതുകാലിന്റെ തുടയൽ എഴുന്നേറ്റ് സാക്ഷ്യം നിൽക്കും ഹബീബ് റസൂലുള്ളാഹി. എന്താ മനസ്സിലാക്കിയത്? ഇതൊക്കെ നാളെ എത്തുമ്പോൾ നാക്ക് നമ്മൾ മൂടി വെച്ചാൽ മതി, ഇതൊന്നും ആരും പറയൂല എന്ന് വെളിപ്പെടുത്തും. നാക്കെല്ലാത്തിനും അല്ലാഹു തആല മൂടും. സൂറത്ത് യാസീനൊക്കെ ഓതണം. ഇശാമഗ്രിബിനിടെ സീരിയലൊക്കെ കാണുന്നത് നിർത്തി. കുട്ടികളൊക്കെ നന്നാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. എപ്പോഴാ മരിക്കുക, ആരാ മരിക്കുക, എവിടെ വെച്ചാ മരിക്കുക, ആർക്കും തീർച്ചപ്പെടുത്താൻ പറ്റൂല. കൊച്ചുകുട്ടികൾ മരിക്കുന്നു, ക്യാൻസർ വന്ന് മരിക്കുന്നു, കൊച്ചുകുട്ടികൾ രക്തം ഛർദ്ദിച്ച് മരിക്കുന്നു, പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നു, പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നു, വാലിന്റെ സദസ്സിൽ വെച്ച് മരിക്കുന്നു, വാല് കഴിഞ്ഞു പോകുമ്പോൾ മരിക്കുന്നു, ആക്സിഡന്റിൽ പെട്ടുകൊണ്ട് കൊച്ചുകുട്ടികൾ മരിക്കുന്നു, പ്രായമുള്ളവർ മരിക്കുന്നു, വെറുതെ വീട്ടിലിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു, നിസ്കാരത്തിന് വേണ്ടി തഹിയ്യാത്തിൽ ഇരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിക്കുന്നു, ജുമുഅയ്ക്ക് ബാങ്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുന്നു, ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുന്നു. എന്തൊക്കെ അവസ്ഥയാണ്! എപ്പോഴാ മരണം വരെ ആർക്കും തീർച്ചപ്പെടുത്താം. മരണത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി തൗബയുടെ വാതിലുകൾ അടക്കപ്പെടുന്നതിന് മുമ്പ് തൗബ ചെയ്തു. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സൂറത്ത് യാസീൻ ഓതണം. യാസീൻ നമ്മൾ കേട്ടിട്ടില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ أيديهم وتشهد أرجلهم بما كانوا يكسبون. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയല്ലോ, നാളെ മഹ്ശറയിൽ റബ്ബിന്റെ കോർട്ടിൽ അല്ലാഹുവിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി നിർത്തപ്പെടുമ്പോ മനുഷ്യരുടെ നാവുകളെ അല്ലാഹു സീല് വെക്കുമത്രേ. അന്ന് സംസാരിക്കാൻ കഴിയൂല, വാക്കടച്ചു, വാക്ക് സീല് വെച്ച്. നമ്മുടെ നാവിന് ഇന്ന് സംസാരിക്കാനുള്ള ശേഷി ആരാ തന്നത്? അല്ലാഹു തന്നതാണ്. അതാ മനസ്സിലാക്കണം. അല്ല ഈ നാവിന് സ്വമേധ ഉണ്ടായി തീർന്നല്ല, റബ്ബ് കൊടുത്തു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാവിന്റെ സംസാര ശേഷി അങ്ങോട്ട് നിർത്തി കളയും കേട്ടോ. വതുകല്ലിമുനാ ഐദീഹിം. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് മഹ്ശറയിലേക്ക് എത്തിക്കഴിയുമ്പോ ഖബറിൽ വരെ സംസാരിച്ചവനാണ്, ഖബറിൽ വരെ നാവ് കൊണ്ട് വിളയാടിയവനാണ്. ഖബറിൽ വെച്ചൊക്കെ പറഞ്ഞു അല്ലാഹു റബ്ബിയു മുഹമ്മദ് നബി എന്നൊക്കെ പറഞ്ഞു, നാവ് കൊണ്ട് തന്നെ പറഞ്ഞു. മഹ്ശറയിലേക്ക് എത്തുമ്പോ നാവ് കഴിഞ്ഞ്, നാവിന്റെ സംസാരശേഷി അതോടുകൂടി തീർന്നു. ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് പുനരുജ്ജീവിപ്പിക്കപ്പെടുമ്പോ മനുഷ്യന്റേതാകുന്ന 5ാമത്തെ ഘട്ടത്തിലേക്ക് കടന്നു കഴിയാണ്. 4ാമത്തെ ഘട്ടം മഹ്ശറയിലേക്ക് എത്തിക്കഴിയുമ്പോ ആ ഘട്ടത്തിലേക്ക് എത്തുമ്പോ അവന്റെ വാകളെ അല്ലാഹു സീല് ചെയ്യാൻ കേട്ടോ. കൈകൾ അല്ലാഹുവിനോട് സംസാരിക്കാൻ, കൈയാണ് വിളിച്ചു പറയുന്നത്. മനുഷ്യൻ ചെയ്തതാകുന്ന സകല നന്മകളെയും അവന്റെ വലത് കൈ വിളിച്ചു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ പടച്ച റബ്ബേ, ചെട്ടുംകുഴിയിലുള്ള ഇന്നാലിന്ന മനുഷ്യനാണ് അല്ലാഹുവേ, അവൻ നമസ്കരിച്ചവനാണ്, നോമ്പ് പിടിച്ചവനാണ് റബ്ബേ, വാത് പരിപൂർണമായി കേട്ടവനാണ് റബ്ബേ, അത് ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളവനാണ്, നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ എന്ന് ആ കയ്യതാ വിളിച്ചു പറയുമ്പോ തശഹദു അദമു ഫഖദിഹിൽ
യുംനാ, അവന്റെ വലത് കാലിന് തുടയല് അവൻ അനുകൂലമായി സാക്ഷി നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. നന്മകൾ മുഴുവനും വലത് കൈ വിളിച്ചു പറയുമ്പോ വലത് കാലിന്റെ തുടയൽ അനുകൂലമായ സാക്ഷി നിൽക്കുമത്രേ. തിന്മകൾ മുഴുവനും ഇടത് കൈ വിളിച്ചു പറയുമ്പോ ഇടത് കാലിന്റെ തുടയൽ അനുകൂലമായി സാക്ഷി നിൽക്കുമത്രേ. ഇടത് കാലിന്റെ തുടയൽ അള്ളാഹുവിനോട് സാക്ഷി നിൽക്കും. പടച്ചറബ്ബ് ഈ കൈക്ക് അനുകൂലമായി, ഇടത് കൈക്ക് അനുകൂലമായി. ഇടത് കൈ പറഞ്ഞത് കറക്റ്റാണ്. ഇവൻ ഇന്ന പെണ്ണുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഞാനതിന് സാക്ഷിയാണ്, എന്നെ അവൻ ഇന്ന പെണ്ണിന്റെ തുടഭാഗത്തേക്ക് അവൻ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്ന് മനുഷ്യന്റെ തുട വിളിച്ചു പറയും നബി മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു ആതിരശിക്കട്ടെ, അല്ലാഹു ആതിരശിക്കുമാറാവട്ടെ. ആരാ പഠിപ്പിക്കുന്നത്? ഖുർആനാണ് പഠിപ്പിക്കുന്നത്. ഖുർആൻ യാസീൻ നമ്മളിത് ഓതുന്നുണ്ട്, എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നുണ്ട്, പക്ഷെ അർത്ഥം നമ്മൾ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ നാളെ ഉണ്ടാകാൻ പോകുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ലാ തഖൂമു സഅ ലാ തഖൂമു സഅ, ലോകാവസാനം ഉണ്ടാവുകയില്ല, ഇമാം മഹദി കടന്നു വരികയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തഖൂമു സഅ, ലോകാവസാനം ഉണ്ടാവുകയില്ലത്രേ. ഹത്താ ഇന്ന റജുലു ലയഅശൽ മർആ, ഒരു മനുഷ്യൻ ഒരു പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ പരസ്യമായി ബന്ധപ്പെടുക രോഗാവസാനത്തിന്റെ അടയാളമാണ്. അവസാന കാലഘട്ടമാണ് പരസ്യമായി നടുറോഡിൽ വെച്ച് ബന്ധപ്പെടുക. പരസ്യമായി നടുറോഡിൽ വെച്ച് ബന്ധപ്പെടും. അപ്പൊ ആളുകൾ വന്നിട്ട് പറയും കടയും വഴിയിൽ നിന്ന് മാറി നിന്ന് ചെയ്യടാ എന്ന് ആളുകൾ പറയും. നബി മുഹമ്മദ് റസൂലുള്ളാഹി റോഡിൽ കടന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴേ ഒരു നൂലില പോലും ബന്ധമില്ലാതെ ആളുകൾ പരസ്യമായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ പറയണം ഒന്ന് മാറിയെന്ന് ചെയ്തുകൂടെടാ എന്ന് പറയുന്ന കാലഘട്ടം കാണാതെ ലോകാവസാനം ഉണ്ടാവുകയില്ല. ഹബീബ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞുതരാൻ لا تقوم الساعة حتى توجد المرأة جهارا نهارا تنكح وسط الطريق لا ينكر أحدا ولا يغيره. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ലോകാവസാനം ഉണ്ടാവുകയില്ലത്രേ. ഹത്താ തൂജദൽ മർഅതു ജഹാറൻ നിഹാറാ, പരസ്യമായി നട്ടുച്ചയ്ക്ക് സ്ത്രീകൾ പരസ്യ പലകയിൽ സ്ഥാനം പിടിച്ചതുപോലെ പരസ്യമായി സ്ത്രീകൾ വ്യഭിചരിക്കുന്നത് കാണാതെ ലോകാവസാനം ഉണ്ടാവുകയില്ലത്രേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു, അതൊന്നും ചെയ്യരുത് എന്ന് പറയാൻ അന്ന് ഒരാളും ഉണ്ടാവുകയില്ല. ഇപ്പൊ ആ അവസ്ഥയിലേക്ക് എത്തി. മറ്റേ നേരെ തിരിച്ചായിരുന്നു. ഉദാഹരണം പറഞ്ഞുതരാം. ബസ്സിൽ നമ്മൾ യാത്രയാണ്, എല്ലാവരും പോകുന്ന ബസ്സാണ്, എല്ലാവർക്കും ഉള്ള ബസ്സല്ല, അല്ലാതെ സ്വന്തം ആരെങ്കിലും ഒരാൾ മാത്രം ഒരു വീട്ടുകാരെ മാത്രം ഓടുന്ന ബസ്സല്ല, എല്ലാവരും കൂടി പോകുന്ന ബസ്, KSRTC ബസ്. ഇല്ലെങ്കിൽ ട്രെയിനിൽ നോക്കുമ്പോൾ രണ്ട് പെണ്ണുങ്ങൾ, ആണും പെണ്ണും കൂടെ നിന്നിട്ട് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കെട്ടിപ്പിടുത്തം, കിസ്. നോക്കുന്ന ആളുകൾ എങ്ങനെ നോക്കി, എന്താ നമുക്ക് ഇതിനുള്ള, നിങ്ങൾ അങ്ങോട്ട് നോക്കിയിരിക്കും, ഞങ്ങൾ നിങ്ങൾക്ക് എന്താണ്? ഇതാണ് ആളുകൾ. ഒരു മടിയുമില്ല, ഒരു മടിയില്ല. വെറുതെ പറയില്ല. ബസ്സിൽ ആരെങ്കിലും വല്ലതും പറയുന്നുണ്ടോ? ഒരുത്തനൊരു മിണ്ടാട്ടയില്ല. റാഹത്ത്. ഞാനിതൊന്നും കണ്ടോട്ടെ, ഇതൊന്നും കണ്ടിട്ടില്ല, എൻ്റെ കയ്യിൽ ജിയോ സിം ഒന്നും ഇല്ല, അല്ലാതെ ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ റാഹത്ത്. അതിനിവൻ ഇങ്ങനെ ഒളിച്ചും പാത്തിരുന്ന് ഓരോരുത്തർ കാണുക. ചിലർ മൊബൈലെടുത്ത് ഇങ്ങനെ പതുക്കെ ഒന്നും അറിയാത്തൊരു മടി വെച്ച് വീഡിയോ പിടിക്കും. 10 ദിവസത്തേക്ക് അവനുണ്ട് റാഹത്ത്. അതാണ് ആളുകൾ. അല്ലാഹു ആതിരശിക്കും. അല്ലാതെ പ്രതികരിക്കുന്നുണ്ടോ? ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? ഏതെങ്കിലും വാപ്പ പ്രതികരിക്കുന്നുണ്ടോ? ഏതെങ്കിലും സഹോദരിമാര് പ്രതികരിക്കുന്നുണ്ടോ? പെണ്ണുങ്ങൾ പ്രതികരിച്ചാൽ പെട്ടെന്ന് നാട്ടുകാരെല്ലാം കൂടി പൊങ്കാലയിടും. ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? പെണ്ണുങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല. അന്യപുരുഷൻ വന്ന് മേത്ത് തൊട്ട് എന്ന് പറഞ്ഞാൽ പ്രതികരിക്കുന്നവർ വളരെ കുറവ്.
ആറ്റക്കേസാവെന്ന് പേടിച്ചിട്ടും മിണ്ടാതിരിക്കുക, അനങ്ങാതിരിക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. എവിടെ എത്തി ലോകം എവിടെ എത്തി? ബസ്സിൽ കയറുമ്പോ ട്രെയിനിൽ കയറുമ്പോ നമ്മൾ കാണുന്നതല്ലേ, നമ്മൾ ദർശിക്കുന്നതല്ലേ യുവമിഥുനങ്ങൾ പരസ്പരം അങ്ങോട്ട് കപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തൊട്ട് ഒരുമിച്ചിരുന്ന് ചുംബനം കൊടുക്കുകയാണ്, ഇല്ലെങ്കിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. നമ്മൾ കാണുന്നില്ലേ പാർക്കിലും മാളിലുകളൊക്കെ? എന്താ ഇവിടെ ലോകം അവസാനിക്കാൻ പോവാൻ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ലാ തഖൂമു സ്സആ ഹത്താ തുജദൽ മർഅതു ജഹാറൻ നിഹാറാ നടു റോഡിൽ വെച്ചുകൊണ്ട് പരസ്യമായി സ്ത്രീകൾ വ്യഭിചരിക്കുന്ന കാലഘട്ടം കാണാതെ ലോകാവസാനം ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലാ യുൻകിറു അഹദാ ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. ഒരാൾ പോലും അതിനെ എതിർക്കാനുണ്ടാവുകയില്ല, ഒരാൾ പോലും അതിനെതിരെ സംസാരിക്കാനുണ്ടാവുകയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും ഹബീബ് റസൂലുള്ളാഹി. മറ്റേ നേരത്തെ കുറച്ച് മുമ്പായിരുന്നു ഇവിടെ മാറി നിന്നിട്ടൊക്കെ ചെയ്യണേന്നൊക്കെ കുറച്ച് ആളുകളൊക്കെ പറയാനും. അപ്പൊ അതുമില്ല. അപ്പൊ മിണ്ടാതിരിക്കാണ് എല്ലാവരും. നമ്മളങ്ങോട്ട് കാണിച്ചിട്ട് അത് കണ്ടോ കണ്ടോ അങ്ങോട്ട് നോക്കണ്ട, നടന്നോട്ടെ, അതൊക്കെ നടക്കും. ആരോടെങ്കിലും വന്നിട്ട് പറയട്ടെ നിന്റെ മകളെ ഒരു കൂട്ടുകാരനുമായിട്ട് അവിടെ കണ്ട് അവനുമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുന്നത്? എന്തിന് നിങ്ങൾക്കെന്താ, നിങ്ങളെന്തിനാ നോക്കിയാണ്? എന്റെ മോളല്ലേ, അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അവൾക്കറിയാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, എന്റെ മോടെ കാര്യം നോക്കിയോണ്ട് നിങ്ങളാരും നിൽക്കണ്ട. ഈ പറയുന്നവനോട് ദേഷ്യം, സ്വന്തം മകളെ പറ്റി അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഇന്നവനുമായിട്ട് കൂട്ടുകടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നവനോട് ദേഷ്യമുള്ള കാലഘട്ടം. അല്ലാതെ മകളുടെ കാര്യം ശ്രദ്ധിക്കല്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതാണ് കാലഘട്ടം. അല്ലാഹു കാത്തിരക്ഷിക്കുമാർ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കള് പിഴച്ചു പോയില്ലേ? മൊബൈൽ ഫോണിന്റെ ഉപയോഗം ദുരുപയോഗം മക്കൾ ഉണ്ടാകില്ലേ? സ്വന്തം മാതാപിതാക്കൾ അറിയുന്നില്ല, സ്വന്തം സഹോദരങ്ങൾ അറിയുന്നില്ല, കുടുംബാദികൾ അറിയുന്നില്ല, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, ഇവരിങ്ങനെ പിഴച്ചടക്കുക. മക്കളും കുടുംബങ്ങളും ആരും ശ്രദ്ധിക്കുന്നില്ല. എവിടെ എത്തിപ്പോയി മക്കള്? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ മാതാപിതാക്കളെ ഒക്കെ കബളിപ്പിക്കാൻ അവസാനം പിടിക്കപ്പെടുമ്പോ എന്താ പറയുക? മോക്ക് നിനക്ക് ഫോണൊന്നും ഇല്ലായിരുന്നല്ലോ. അവസാനം ബന്ധപ്പെട്ട് നോക്കുമ്പോ എന്താ? വാപ്പാടെ മൊബൈൽ ഫോണും ഉമ്മാടെ മൊബൈൽ ഫോണും ഒക്കെ ഇവിടെ അറിയാതെ രാത്രിയിൽ എടുത്തിട്ട് പലരെയും വിളിക്കും, പലരുമായി ബന്ധപ്പെടും. വാപ്പക്കറിയില്ല, വാപ്പ പ്രായം ചെന്ന ഉപ്പ പകലെന്തുകൊണ്ട് പണിയെടുത്ത് വൈകിട്ട് വന്ന് ഇവിടെയും കയറി കിടന്നുകൊണ്ട് ഉറങ്ങാണ്. അപ്പൊ ഫോണ് ഇപ്പുറത്ത് ചാർജ് ചെയ്യാൻ വേണ്ടി ഇപ്പുറത്ത് കുത്തിയിട്ടിരിക്കാം. മോളത് എടുത്തുകൊണ്ട് നേരെ കൊണ്ടേ. മോക്കിതർക്ക് അറിയാം സിം എങ്ങനെ ഇടണം, നെറ്റ് എങ്ങനെ എടുക്കണം, ഇതൊക്കെ മോക്കറിയാം. രാവിലെ സുബൈക്ക് വാപ്പ നോക്കുമ്പോൾ എവിടെ ചാർജ് ഫുള്ള് മോളെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം 3 മണി വരെ നെറ്റ് ഉപയോഗിച്ചിട്ട് പിന്നെ 1 മണിക്കൂർ കുത്തിയിട്ടാൽ മതി, ചാർജ് കയറി. സുബൈക്ക് വാപ്പ ഫോൺ അത് റാഹത്ത് ചാർജ് ഫുൾ വാപ്പ എടുത്തു, ഒന്നും അറിയത്തില്ല. ഇവിടെ മോശപ്പെട്ട തലത്തിലേക്ക് മക്കളെ ശ്രദ്ധിക്കണം. മക്കള് 10 മക്കളുണ്ടായിട്ട് കാര്യമില്ല. ഗുണപ്പെടണം, നമുക്ക് സാലിഹ്യങ്ങളാകണ്ടേ? മക്കളെ കൊണ്ട് പാരത്രിക ലോകത്ത് വിജയമുണ്ടാകണ്ടേ? എന്റെ മകൻ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എന്റെ ഈ മകനെ കൊണ്ട് എനിക്ക് ഖബറിൽ തുണയുണ്ടാകുമെന്ന് നിർബന്ധം വെക്കുന്ന ഏത് ഉപ്പമാരുണ്ട്, ഏത് ഉമ്മമാരുണ്ട്? ഇപ്പൊ നമ്മുടെ മുന്നിൽ നമുക്ക് മക്കളുണ്ടല്ലോ, 4-3 മക്കൾ അള്ളാഹു നൽകി. മക്കളില്ലാത്ത എത്ര ആളുകളുണ്ട്? അള്ളാഹു അവരുടെ വേദന പടച്ചറപ്പിനെ അറിയുള്ളൂ. അള്ളാഹു സാലിഹ്യങ്ങളാകുന്ന മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. മക്കൾ ഉണ്ടായവരുടെ കഥയായി പറയുന്നത്, നമുക്ക് ഇപ്പോഴുള്ള മക്കള് സാലിഹ്യങ്ങളാകുമെന്ന് ഉറപ്പുണ്ടോ? ആർക്കാ ഉറപ്പുള്ളത്? ഇപ്പോഴത്തെ മക്കളുടെ പോക്ക് കാണുമ്പോ ആ മക്കള് വൈകിട്ട് 12 മണിക്കാണ് കയറി വരുന്നത്. ചോദിക്കും, അവന് വല്ല കഴിച്ചോടാ, ഈ ക്ഷീണിച്ചാകം മെലിഞ്ഞൊട്ടിയിരിക്കുകയാണ്, വല്ല ഞണ്ണിയിട്ട് വന്ന് കിടക്കും എന്നാ വാപ്പ പറയും. അപ്പോഴും അവനെ കഴിപ്പിക്കുകയാണ് വാപ്പായും ഉമ്മായും. ഇവന് വലിയ ആഹാരം വെച്ച് വിളമ്പാൻ വലിയ തൃപ്തി. ഇതാണോ മക്കള്? ഈ മക്കളെ കൊണ്ട് നമുക്ക് വല്ല രക്ഷയുണ്ടോ? ഈ മക്കള് നമ്മുടെ ഖബറിന്റെ സമീപത്ത് വന്ന് നിൽക്കുമോ? മക്കൾ വന്നിട്ട് ഖബറിന്റെ സമീപത്ത് നേരെ ചൊവ്വോ മണ്ണിടുവോ? മണ്ണിടാൻ അറിയുമോ? ഇന്നത്തെ മക്കൾക്ക് മണ്ണിടാൻ അറിയോ? ഇവിടെ നിന്നിട്ട് ഒറ്റ കയറ് ഫ്രണ്ട് നിൽക്കുന്നവന്റെ തലവഴി മണ്ണെല്ലാം മണ്ണിടും. ഏറ്റവും ബാക്കി എന്നിട്ട് മണ്ണ് പൊക്കി ഒരൊറ്റ കയറ്. 3 പിടി മണ്ണിടണമെന്നും അത് 2 കൈ കൊണ്ടും കൂട്ടിയിടണമെന്നും മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും എന്ന് പറഞ്ഞ് രണ്ടാമത്തത് നരയുടെ ഭാഗത്ത്, മൂന്നാമത്തത് വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ എന്ന് പറഞ്ഞ് കാലിന്റെ ഭാഗത്ത്. ഏത് സഹോദരനാണ് ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു വട്ടം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്? കുറച്ച് പ്രായമുള്ള ആളുകൾ, ആലിമീങ്ങൾ, ഉസ്താദുമാരും മുത്തല്ലിമീങ്ങൾ അവർ ചെയ്തു. അല്ലാഹ് ബാക്കി പിന്നെ അങ്ങോട്ട് അടുത്തോട്ട് ആരും പോകുന്നവരുമില്ല. ഖബറിന്റെ അടുത്തോട്ട് പോകാൻ പോലും ഇല്ല. മയ്യിത്ത് നിസ്കരിച്ചിട്ട് ഇറങ്ങിയപ്പോൾ നാരങ്ങ വെള്ളവും ഏത്തപ്പഴം അല്ലാഹ് അത് കഴിച്ചിട്ട് വേഗം ഇറങ്ങി പോകുന്ന ബഹുമാനം.
വേഗം ഇത് വലിയ ക്ഷീണം പിടിച്ച് ഇപ്പം മയ്യത്തിന്റെ കൂടെ കുറച്ചുകൊണ്ട് 1.5 കിലോമീറ്റർ നടന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞുകൊണ്ട് നാരങ്ങ വെള്ളവും ഈത്തപ്പഴം വേഗം കൊടുക്കണം. കാരണം അത് കഴിച്ചിട്ട് വേഗം അല്ലാഹ് ഖബറിനെടുത്തോട്ട് വന്നൊരു ദ്വാരക്കാൻ പോലും ആൾക്കാരില്ല. അത് കുറച്ച് ആളുകളുമായി ബന്ധപ്പെട്ട് അവർ പോയിക്കോട്ടെ, ഉസ്താദുമാർ മുത്തല്ലിമീങ്ങൾ അവർ മാത്രം. ഇതൊക്കെ അല്ലേ ആളുകൾ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മളിനി എന്നാണ് നന്നാവുക? നന്നാകുക? എത്ര വാഴ് നമ്മൾ കേട്ടു. ഇപ്പൊ 5 ദിവസം തന്നെ തുടർച്ചയായിട്ട് നമ്മൾ വാഴ് കേട്ടു. നമുക്കൊരു മാറ്റം വരണ്ടേ? സുബഹിസ്കരിക്കാൻ എത്ര പേര് ജമാഅത്തിന് വരുന്നുണ്ട്? ഈ വാഴൊക്കെ കഴിഞ്ഞിട്ടും വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങല്ലേ? ആരാണ് സുബഹിക്ക് ജമാഅത്തിന് കൃത്യമായി പള്ളിയിൽ പങ്കെടുക്കുന്നത്? പിന്നെന്ത് നമുക്ക് ശ്രേഷ്ഠം? നമ്മൾ വാഴ്ന്നുകൊണ്ട് പിന്നെന്താ അർത്ഥമാക്കുന്നത്? എന്ത് ജീവിതത്തിലെ മാറ്റം? എത്ര വർഷങ്ങളായി നമ്മൾ വാഴ്ന്നു കേൾക്കുന്നു, എത്ര വർഷമായി CMAയുടെ പ്രവർത്തകർ വാഴ്ന്നു വെക്കുന്നു. നമുക്ക് നന്നാവണ്ടേ? 60 കഴിഞ്ഞിട്ട് നന്നാവെന്ന് പറഞ്ഞാൽ 60 വരെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ഉറപ്പുണ്ട്? അഹമ്മദ് സാഹിബ് നിയമസഭയിലേക്ക് പോകുമ്പോൾ തിരിച്ച് ഞാൻ നല്ല ആരോഗ്യത്തോടെ തിരിച്ചു വരുമെന്നുള്ള ഉറപ്പോടുകൂടി അദ്ദേഹം പോയത്. പക്ഷേ അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുനിന്ന് വിട പറയിച്ചില്ലേ? ചിന്തിച്ചു നോക്ക്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രാസംഗികർ മരണപ്പെട്ടു പോയില്ലേ? ചിന്തിച്ചു നോക്ക്. എപ്പോഴും ആർക്കാണ് ഇവിടെ ശാശ്വതികത്വം കിട്ടിയിട്ടുള്ളത്? ഏറ്റവും വലിയ സമ്പന്നന് ഖാറൂൻ, ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളി, മരണത്തിലേക്ക് പോയില്ലേ? ഏറ്റവും വലിയ മോശപ്പെട്ട ആളുകൾ ഫിർഔൻ മരണത്തിലേക്ക് പോയില്ലേ? നമ്രൂദ് ഒരു ചെറിയ ഈച്ചയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൊന്നുകളഞ്ഞില്ലേ? എന്താ പഠിക്കാത്തത്? നമ്മളൊക്കെ മരിക്കേണ്ടവരല്ലേ? ആഖിറത്തെ കുറിച്ച് ചിന്തിക്കണ്ടേ? ഈ വ്യഭിചാരത്തിൻ്റെതാകുന്ന നോട്ടവും മോശപ്പെട്ടതാകുന്ന രീതിയിൽ നമ്മുടെ കണ്ണുകളെയും നമ്മുടെ കാതുകളെയും നമ്മൾ കൊണ്ടുപോകുക. പാതിരാത്രി സമയത്ത് എർസത്ത് വെച്ച് കൂട്ടുകാരങ്ങനെ കിടക്കണ്ട. മുസ്ലിം സഹോദരങ്ങൾ, സിനിമാ പാട്ടും കേട്ടുകൊണ്ട് എത്ര നേരം ഒരു പ്രശ്നമില്ല. 10 മിനിറ്റ് അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് കേൾക്കാൻ പറഞ്ഞവന് സമയമില്ല. വാതിലെ സദസ്സിലിരിക്കാൻ ഒരു സമയമില്ല. ഉസ്താദ് വിളിക്കുക, വാടാ ഖുർആൻ പഠിപ്പിക്കാം, വെക്കേഷൻ ടൈമില്ലേ, ബാബാ എല്ലാവരും എന്ന് വിളിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കാൻ ഉസ്താദുമാര് മഹല്ലത്തിലുള്ള ഉസ്താദുമാര് തയ്യാറായാൽ പോലും നമ്മുടെ മക്കളെ ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ സൂറത്ത് നല്ലതുപോലെ ഓതിയില്ലെങ്കിൽ അവന്റെ നമസ്കാരം തന്നെ സ്വീകരിക്കില്ല. അള്ളാഹു നമസ്കാരം പോലും സ്വീകരിക്കില്ല. അപ്പൊ ഫാത്തിഹ എനിക്ക് നല്ലതുപോലെ പഠിക്കണം ഉസ്താദ് എന്റെ ഫാത്തിഹ ഒന്ന് കേട്ടു നോക്ക്, ഞാനൊന്ന് ഓതിത്തരാം എന്ന് പറഞ്ഞ് പള്ളിയിൽ പോയി ഉസ്താദുമാരെ കൊണ്ട് ഓതിച്ച് പഠിച്ച ആളുകൾ എത്ര പേരുണ്ട്? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? നമ്മളിനി എന്നാണ് നന്നാവുക? എന്നാണ് രക്ഷപ്പെടുക? നമ്മളിങ്ങനെ സിനിമയും കണ്ട് ഈ വെക്കേഷൻ ടൈം ആകുമ്പോഴത്തേക്ക് കുറെ സിനിമ കാണാം, കുറെ പടം കാണാം എന്നുള്ള ചിന്താഗതിയിലായി പോയാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തസിനൂ ഫയുദ്ഹിബല്ലാഹു ലദ്ദത നിസാഇകും മിൻ അജ്വാഫികും. അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ വ്യഭിചരിക്കരുതേ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ അവളുടെ സൗന്ദര്യം ചുക്കിച്ചൊളിയുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണിലേക്ക് നിങ്ങൾ ചായരുതേ. ലാ തസിനൂ, വ്യഭിചരിക്കരുതേ. എന്തേ കാരണമെന്നറിയുമോ? ഫയുദ്ഹിബല്ലാഹു ലദ്ദത നിസാഇകും മിൻ അജ്വാഫികും. നിങ്ങളുടെ മനസ്സിന്റെ കത്തളങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഭാര്യയോടുള്ളതാകുന്ന സുഖത്തിന്റെ ആസ്വാദനയെ അല്ലാഹു എടുത്തു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അന്യ പെണ്ണുമായി മനസ്സുകൊണ്ട് ഇണക്കം വെക്കുന്നവന് പോലും പിന്നെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ റാഹത്തുണ്ടാവൂല, തൃപ്തി ഉണ്ടാവൂല, സംതൃപ്തി ഉണ്ടാവൂല. ആദ്യത്തെ സംതൃപ്തി അല്ലാഹു കൊടുക്കൂല. ഇതുപോലെ തന്നെ ഭാര്യയും അന്യപരപുരുഷന്മാരുമായി ബന്ധപ്പെടുത്തിയാൽ സ്വന്തം ഭർത്താവുമായി പിന്നീട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അള്ളാഹു ഭർത്താവിനോടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോടുള്ളതാകുന്ന സംതൃപ്തിയെ അള്ളാഹു എടുത്തു കളയും. നബി മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹു ആത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അങ്ങനെ വ്യഭിചാരം അധികരിക്കും. അത് കഴിഞ്ഞ റസൂൽ പറഞ്ഞു കള്ളുകൂടി അധികരിക്കും. ഞാൻ പറയുന്നില്ല, സമയം ഒരുപാട് ബന്ധപ്പെടും. ഒരുപാട് ഉദാഹരണങ്ങൾ ഇങ്ങനെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. സമയമില്ലല്ലോ, നമുക്കിപ്പോ തന്നെ 2 മണിക്കൂർ കഴിഞ്ഞു. 2 മണിക്കൂർ ഇപ്പൊ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. വ്യഭിചാരം അധികരിക്കും, അതോടൊപ്പം തന്നെ വീണ്ടും അധികരിക്കും. അതാണ് റസൂൽ, കള്ളുകൂടി അധികരിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇങ്ങനെ ലോകം മുഴുവനും അരാജകത്വം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് പരിശുദ്ധമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട മക്കയിൽ പുണ്യമാക്കപ്പെട്ട കഅബാലയത്തിന്റെ ചുവട്ടിൽ പരിശുദ്ധമാക്കപ്പെട്ട മഖാം ഇബ്രാഹിമിന്റെയും റുക്നുൽ യമാനിന്റെയും ഇടയിൽ ഇശാ കഴിഞ്ഞ 40 വയസ്സുള്ള ഒരു മനുഷ്യൻ കടന്നു വരുമത്രേ. ഇസ്മുഹു മുഹമ്മദുൻ യുവാതി ഇസ്മി ബിഇസ്മിഹി.
എന്റെ പേരിനോട് സാമ്യമാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് ഹബീബായ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട മഹദി ഇമാമാണത്. 40 വയസ്സാണ് അദ്ദേഹത്തിനെന്നുണ്ടാവുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലോകം മുഴുവനും അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. കാരണം മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് തുർക്കി നഷ്ടപ്പെട്ടു പോവുകയും മുസ്ലിമീങ്ങൾ മുഴുവനും അവരുടെ കയ്യിൽ നിന്ന് സാമ്പത്തിക സ്രോതസ് മുഴുവനും ഇല്ലാതാവുകയും സാമ്പത്തികപരമായി പ്രയാസം അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് അവർക്കിടയിലേക്ക് സമാധാനത്തിന്റെ ദൂതനായി, സമാധാനത്തിന്റെ തെളിനീരായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹു പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിൽ പുണ്യമാക്കപ്പെട്ടതായ മഖാം ഇബ്രാഹിമിന്റെയും റുക്നുൽ യമാനിന്റെയും ഇടയിൽ ഇശാ കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുമത്രേ. അദ്ദേഹത്തെ ആദ്യമായി മദീനക്കാര് ബൈഅത്ത് ചെയ്യുമത്രേ. ആദ്യമായി മദീനക്കാര് വന്ന് ബൈഅത്ത് ചെയ്യും. പിന്നീട് മക്കക്കാര് ബൈഅത്ത് ചെയ്യും. പിന്നീട് ഇറാഖികൾ ബൈഅത്ത് ചെയ്യും. പിന്നീട് തുർക്കികൾ ബൈഅത്ത് ചെയ്യും. പിന്നീട് ലോകത്തുള്ള സർവ്വവിശ്വാസികളും അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം, നിങ്ങൾ അൽ അമീനാണ്, നിങ്ങളെ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം, നിങ്ങൾ ഞങ്ങളുടെ ഇമാമാണെന്ന് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുമത്രേ. റളിയല്ലാഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യുവാതി ഇസ്മി ബിസ്മിഹി വഇസ്മു അബീഹി ബിസ്മി അബീ മിൻ ഔലാദി ഫാത്തിമ മിൻ സുലാലതി ഹസൻ. ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ ഉപ്പയുടെ പേരിനോട് സാമ്യമാണ് അദ്ദേഹത്തിന്റെ പേര്, അഥവാ എന്റെ ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ്, അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്റെ പേരിനോട് സാമ്യമാണ് അദ്ദേഹത്തിന്റെ പേര്, അഥവാ എന്റെ പേര് മുഹമ്മദ് എന്നാണ്, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. മിൻ ഔലാദി ഫാത്തിമ, എന്റെ മകളാകുന്ന ഫാത്തിമയുടെ സന്താന പരമ്പരയാണ്. ഹസൻ എന്ന് പറയുന്ന മകനിന്റെ പരമ്പരയിലൂടെയാണ് മഹാനവറുകൾ കടന്നു വരിക എന്നും ഹബീബായ റസൂലുള്ളാഹി. ലോകം മുഴുവനും സാമ്പത്തികപരമായി പ്രയാസം അനുഭവിക്കുമ്പോ മഹാനവറുടെ അടുക്കലേക്ക് മുഅ്മിനീങ്ങൾ കടന്നു ചെല്ലുകയാണ്. യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ മല വന്നിട്ട് അങ്ങോട്ട് ഓടാത്ത ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് അദ്ദേഹം സമ്പത്ത് വിഭിന്ന് കൊടുക്കുമത്രേ, അദ്ദേഹം സമ്പത്ത് വീതിച്ചു കൊടുക്കുമത്രേ. لا يحث المال حثيا لم يعده عدا يحث المال حثيا لا يعده عدا شفيعنا رسول الله. പൈസ ഇങ്ങനെ വാരി വാരി വിതറും, എണ്ണൂല. എണ്ണി വെക്കുന്ന പരിപാടി ആർക്കില്ല, മഹദി ഇമാമിനില്ല. ആശിന്റെ രക്ഷയുണ്ടാവും. പൈസ ഇല്ല, എല്ലാവരും ബുദ്ധിമുട്ടും പ്രയാസവുമാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോകാൻ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് സമ്പാദ്യശീലം ഉണ്ടാക്കുക. സമ്പാദിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുക, ഹലാലായ മാർഗത്തിൽ നിങ്ങളെ ചെലവഴിക്കുക, ദൂർത്തും ദുർവ്യവും ഇല്ലാതിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് ദുആഉം ഇബാദത്തുമായി നിങ്ങൾ കഴിഞ്ഞുകൂടുക. അങ്ങനെ ഇരിക്കുമ്പോൾ മഹദി ഇമാമിനെ നിങ്ങൾക്ക് നൽകുക. മഹദി ഇമാം വന്നു കഴിയുമ്പോൾ പൈസ ഇല്ലാത്ത ആളുകളൊക്കെ ഓടി അങ്ങോട്ട് ചെല്ലുമ്പോ യഹ്സിൽ മാല ഹഫിയൻ, പൈസ ഇങ്ങനെ വാരി വിതറും. ലാ യഉദ്ദുഹു അദ്ദ ശഫീഉനാ റസൂലുള്ളാഹി. എണ്ണി തിട്ടപ്പെടുത്തുന്ന പരിപാടിയില്ല, എണ്ണുന്ന പരിപാടി ആർക്കില്ല, മഹദി ഇമാമിനില്ല. മിൻ സുലാലത്തി ഹസൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലാണ് മഹാനായ മഹദി ഇമാം കടന്നു വരിക. ഹബീബ് റസൂലുള്ളാഹി. ലോകത്ത് മുഴുവൻ ലോക ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്ക്, നവോത്ഥാന പ്രവർത്തനം നടത്തിയിട്ടുള്ളതൊക്കെ മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കിടാങ്ങളാണ്. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായിട്ടായിരിക്കും ആര് കടന്നു വരിക, ബഹുമാനപ്പെട്ട മഹദി ഇമാം കടന്നു വരിക. മഹദി ഇമാം കടന്നു വരിക ഹബീബ് റസൂലുള്ളാഹി. ആദ്യമായിട്ട് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനം തുർക്കി മുസ്ലിമീങ്ങളുടെ കൈവെള്ളയിലേക്ക് തിരിച്ചു പിടിക്കലാണ്. അതിനുവേണ്ടി അദ്ദേഹം പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ തുർക്കി മുസ്ലിമീങ്ങളുടെ കൈവെള്ളയിലേക്ക് വരുമെന്നും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം